സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ദേശമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മഹത്തായ വഖഫ് ബില്ലിനെതിരെയുള്ള പ്രതിഷേധ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്നേഹം നിറഞ്ഞ മതേതര ജനാധിപത്യ വിശ്വാസികളെ, വിശിഷ്ടാതിഥികളെ, എന്നെ ശ്രമിക്കുന്ന നേതാക്കളെ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, മതേതര ജനാധിപത്യ വിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ രാജ്യം വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമരമുഖത്തേക്ക് വന്നിരിക്കുകയാണ്. NRCക്ക് ശേഷം, അതുപോലെ കർഷക സമരങ്ങൾക്ക് ശേഷം രാജ്യവ്യാപകമായി മതേതര ജനാധിപത്യ വിശ്വാസികൾ പോരാട്ടത്തിന്റെ ഭൂമികയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. എന്തിനാണ് ഈ പ്രക്ഷോഭങ്ങൾ നടത്തപ്പെടുന്നത്? നാം എന്തിനു വേണ്ടിയിട്ടാണ് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്? നിലവിലുള്ള നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തിന്റെ ഭരണമേറ്റ നാൾ മുതൽ കൃത്യമായ ഇടവേളകളിൽ പുതിയ ബില്ലുകൾ പാർലമെന്റിനെ മൂകസാക്ഷികളാക്കി ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നത് നാം കണ്ടുവരികയാണ്. ഒരു രാജ്യത്തിന്റെ ഭരണകൂടം രാജ്യത്തിനായി പുതിയ നിയമങ്ങളും നിയമ ഭേദഗതികളും കൊണ്ടുവരുന്നതിന് നാം എതിരല്ല. രാജ്യത്തിന്റെ പുരോഗതിക്കും രാജ്യത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിനും അത് അനിവാര്യമാണെങ്കിൽ അത് ആവശ്യം തന്നെയാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായി അറിയാം. പക്ഷേ നിലവിലുള്ള ഭരണകൂടം പുതിയ ബില്ലുകൾ പാസാക്കിയെടുക്കുന്നത് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി കേട്ടോ ഈ രാജ്യത്തിന്റെ സുഗമമായ മുന്നോട്ടുള്ള ഗമനത്തിനോ വേണ്ടിയിട്ടല്ല എന്നാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ചും പിറവിയെടുത്ത നാൾ മുതൽ ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ വർഗീയവാദി തീവ്രവാദ പ്രസ്ഥാനമാണ് സംഘപരിവാരവും RSS എന്ന് പറയുന്നത്. നാളിന്നുവരെയും വെള്ളക്കാരന്റെ ബൂട്ടടി ശബ്ദം കേട്ട് വിരണ്ടോടുന്നതിനിടയിൽ ഒരു പഴുത്തുള്ളിയിൽ ചവിട്ടി മറിഞ്ഞു വീണ് ചത്തുപോയ ഒരുത്തന്റെ ചരിത്രം പോലും സംഘപരിവാരത്തിന് ഈ രാജ്യത്ത് അവകാശപ്പെടാനില്ല. അക്രമത്തിന്റെയും അനീതിയുടെയും മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ്. എന്നാൽ അക്രമപരമായി ചെയ്ത കാര്യങ്ങൾക്ക് നിയമത്തിന്റെ പരിരക്ഷ നൽകുവാനുള്ള നീക്കങ്ങളാണ് പുതിയ ബില്ലുകളിലൂടെ സംഘപരിവാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് നടത്തപ്പെട്ട പല കലാപങ്ങളിലൂടെയും ലക്ഷക്കണക്കിന് മുസ്ലിമുകൾ ഈ രാജ്യത്ത് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം സ്ത്രീകൾ അതിക്രൂരമായി മാനഭംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിക്രൂരമായ അക്രമങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയരാക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയും കലാപങ്ങളിലൂടെയും അക്രമങ്ങളിലൂടെയുമാണ് എങ്കിൽ പുതിയ പൗരത്വ നിയമം പാസാക്കുന്നതിലൂടെ ഈ രാജ്യത്തെ മുസ്ലിമുകളുടെ പൗരത്വം റദ്ദാക്കി പൗരാവകാശം നിഷേധിക്കപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ പട്ടാപ്പകല് വെളിച്ചത്തില് തെരുവുകളിൽ കടന്നു പിടിച്ചുകൊണ്ട് ആക്രമിക്കുവാനും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുവാനും പൗരാവകാശം തുള്ളിക്കളയുവാനും പൗരത്വ ബില്ലിലൂടെ സംഘപരിവാരം ഈ രാജ്യത്ത് ശ്രമിക്കുകയാണ്. അഥവാ ഒരു കാലത്ത് അക്രമങ്ങളിലൂടെ ചെയ്തത് ഇനി നിയമപരമായി നടപ്പിലാക്കുവാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കലാപങ്ങൾ നടത്തപ്പെടുമ്പോൾ മുസ്ലിം സ്ഥാപനങ്ങളും വീടുകളും വ്യാപകമായി തകർക്കപ്പെടാറുണ്ട്. മുസ്ലിം വീടുകൾ കൊള്ളയടിക്കപ്പെടാറുണ്ട്. എന്നാൽ ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റിന്റെ അഥവാ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി പാവപ്പെട്ട മുസ്ലിമുകൾക്ക് മുന്നറിയിപ്പെന്നോണം ഒരു വെള്ളക്കടലാസ് നൽകി
മിനിറ്റുകൾക്കുള്ളിൽ പോലീസിന്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും നേതൃത്വത്തിൽ ബുൾഡോസറുകളുമായ ഒരു വലിയ കാവിപ്പട തന്നെ മുസ്ലിം ഗല്ലുകളിലേക്ക് വന്ന് മുസ്ലിം വീടുകളും സ്ഥാപനങ്ങളും മദ്രസകളുമെല്ലാം തല്ലി തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് അക്രമങ്ങളിലൂടെ നടത്തിയത് ഇപ്പൊ നിയമവിധേയമായി സംഘപരിവാരം നടത്തുന്നു. ഇത് തന്നെയാണ് പുതിയ വഖഫ് ബില്ലിലൂടെയും. കാരണം രാജ്യത്ത് ഒരുപാട് ആരാധനാലയങ്ങൾ കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് മുസ്ലിം പള്ളികൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. ബാബരി മസ്ജിദ് നമുക്കറിയാം. രാത്രിയുടെ നിശബ്ദതയിൽ ഇമാമും മുഅദ്ദിനുമെല്ലാം ഇശാ നിസ്കരിച്ച് പള്ളി പൂട്ടിയിട്ട് വീട്ടിലേക്ക് പോയി. തൊട്ടടുത്ത ദിവസം സുബഹി ബാങ്ക് വിളിക്കുവാനായി മുഅദ്ദിൻ ബാബരി മസ്ജിദിലേക്ക് വരുമ്പോൾ രാത്രിയുടെ മറവിൽ ഒരു കൂട്ടം ഹിന്ദുത്വ ഭീകരം പള്ളിയുടെ മതില് ചാടി കടന്ന് അതിന്റെ കഥക തകർത്ത് ഇമാമ നിൽക്കുന്ന മിഹ്റാബ് ഇങ്ങനെ ഒട്ടേറെ നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് വഖഫ് എന്ന പ്രക്രിയ എന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയണം. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യ രാജ്യത്ത് വഖഫ് ബോർഡ് എന്ന സംവിധാനം എങ്ങനെയാണ് ഉണ്ടായിത്തീർന്നത്? ഇതൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെയും വഖഫുമായി ബന്ധപ്പെട്ട് സംഘപരിവാരം നടത്തുന്ന കുപ്രചരണങ്ങൾ എത്രത്തോളം ബീഭത്സമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം സാധാരണ RSSന്റെ തെരുവ് തമ്മാടികൾ ഇത് പറഞ്ഞുകൊണ്ട് നടക്കുകയാണെങ്കിൽ അത് അവന്റെ വിവരക്കേട് കൊണ്ട് അവൻ പറയാണ് നമുക്ക് വെക്കാം. പക്ഷെ ഇതങ്ങനെ മാത്രമല്ലല്ലോ. രാജ്യത്തിന്റെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പോലും നമുക്കറിയാം. നിങ്ങളുടെ ഈ തൃശൂർ ജില്ലയിൽ നിന്ന് പോലും BJPക്ക് വേണ്ടി ഒരു ജനപ്രതിനിധി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം തെരുവുകളിലേക്ക് വന്നിട്ട് വഖഫിനെ സംബന്ധിച്ചും വഖഫ് ബോർഡിനെ സംബന്ധിച്ചും വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംഘപരിവാരത്തിന്റെ ശാഖകളിലൂടെ ഈ രാജ്യത്ത് വിതറപ്പെടുന്നതായ വർഗീയതയുടെ ചാണകവും മസ്തിഷ്കത്തിൽ പേറിക്കൊണ്ടാണ് അദ്ദേഹം ഈ രാജ്യത്തെ പൊതുജനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള തൃശൂരിലെ MP ആയ സുരേഷ് ഗോപി അദ്ദേഹം പലപ്പോഴും പറയുകയുണ്ടായി, ഇന്ത്യ രാജ്യത്ത് വഖഫ് ബോർഡിനെ പറ്റി പറയുകയാണ് 4 ആംഗലേയ അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ബോർഡ്. എത്ര കിരാതമായ പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വഖഫ് ബോർഡിനെ പറ്റി അദ്ദേഹം പറഞ്ഞതാ. പിന്നെ അദ്ദേഹം പറയുന്നു ആ ബോർഡിന്റെ പേര് പറയാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അത്രത്തോളം മോശമായ നിലയിൽ അദ്ദേഹം വഖഫ് ബോർഡിനെ പരിചയപ്പെടുത്തുന്നു. നമുക്ക് പറയാനുള്ളത് മിസ്റ്റർ സുരേഷ് ഗോപി ഒരു MP എന്ന നിലയിലുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെയും അതോടൊപ്പം ഒരു സംഘി എന്ന നിലയിൽ എല്ലാ വെറുപ്പുകളും നിലനിർത്തിക്കൊണ്ട് തന്നെയും പറയട്ടെ, താങ്കൾ വഖഫ് ബോർഡിനെ 4 ആംഗലേയ അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന കിരാത പ്രവർത്തനം നടത്തുന്ന ഒരു പ്രസ്ഥാനം എന്നാണ് പറഞ്ഞതെങ്കിൽ താങ്കൾ നിലകൊള്ളുന്നതായ 3 അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന RSSനേക്കാൾ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ കിരാത പ്രവർത്തനം നടത്തുന്ന മറ്റേത് പ്രസ്ഥാനത്തെയാണ് താങ്കൾക്ക് പറയാനുള്ളത് എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നു വഖഫ് എന്ന പേര് പറയാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല എന്നല്ല സംഘപരിവാരത്തിന്റെ വർഗീയ ചിന്തകൾ തലച്ചോറിൽ പേറി നടക്കുന്ന താങ്കൾക്ക് വഖഫ് എന്ന പരിശുദ്ധ വ്യക്തിക്ക് തന്റെ കീഴിൽ ഒരു 50 ഏക്കർ സ്ഥലമുണ്ട്. അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അയാളുടെ താല്പര്യത്തിനനുസരിച്ച് അത് ഉപയോഗിക്കാം. അതിന്റെ ലാഭം മുഴുവനും പരിപൂർണമായും അയാൾക്ക് എടുക്കാം. അതിന്റെ ക്രയവിക്രയങ്ങൾ അയാൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ഉപയോഗിക്കാം. തന്റെ മരണാനന്തരം തന്റെ അനന്തരാവകാശികൾക്ക് വേണ്ടി ആ സ്വത്ത് മുഴുവൻ അയാൾക്ക് ബാക്കിയാക്കാം. എന്നാൽ ആ 50 ഏക്കർ സ്ഥലം അള്ളാഹുവിന് വേണ്ടി പൊതുജന നന്മയ്ക്ക് വേണ്ടിയിട്ട് വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ആ നിമിഷം മുതൽ ആ ഒരു വ്യക്തിയുടെ അവകാശത്തിൽ നിന്നും ആ സ്വത്ത് മാറുകയാണ്. അത് അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു എങ്കിൽ ആ നിമിഷം
സമയം മുതൽ ആ സ്വത്ത് അർഹതപ്പെട്ട പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അഥവാ ഒരു വ്യക്തിയുടെ സ്വത്ത് അള്ളാഹുവിന് വേണ്ടി പൊതുജനത്തിനായി സമർപ്പിക്കലാണ് ആ വഖഫ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി തന്റെ സ്വത്ത് തനിക്ക് മാത്രം അവകാശപ്പെട്ടത് അള്ളാഹുവിന് വേണ്ടി പൊതുജന നന്മയ്ക്കായി സമർപ്പിക്കുക. ഇത് പല കാര്യങ്ങൾക്കാകാം. നമുക്കൊക്കെ ഒരു തോന്നലുണ്ട്, വഖഫ് എന്ന് പറഞ്ഞാൽ പള്ളിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, മദ്രസകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഖബർസ്ഥാന് വേണ്ടിയിട്ട് മാത്രമാണ് എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ടാകും. പക്ഷേ വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഖുർആനിക അധ്യാപനങ്ങളും പ്രവാചക വചനങ്ങളും നാം ഒന്ന് പഠനം നടത്തി നോക്കിയാൽ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഖഫുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട പ്രവാചകർ പഠിപ്പിക്കുമ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ മരണാനന്തരം അവന്റെ മണ്ണറയ്ക്കുള്ളിലേക്ക് നിരന്തരമായി കടന്നു ചെല്ലുന്നതായ പ്രതിഫലങ്ങളുണ്ട്. അതാണ് വഖഫിലൂടെ അവന് നൽകപ്പെടുന്നത്. നാം തിരിച്ചറിയേണ്ടത്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും മരണാനന്തരം അവന്റെ ഖബറിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ പ്രതിഫലാർഹമായ കാര്യം വഖഫിനെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ. അവിടെ ആദ്യം തന്നെ പള്ളി എന്നല്ല പറഞ്ഞത്, മദ്രസ എന്നല്ല പറഞ്ഞത്, ഖബർസ്ഥാൻ എന്നല്ല പറഞ്ഞത്. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകർ പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾ എടുത്തു നോക്കിയാൽ അവിടുന്ന് പറയുന്നു, ഒരാള് പൊതുജനത്തിന് വേണ്ടിയിട്ട് ഒരു കിണർ പിടിച്ചു നൽകിയാൽ, പൊതുജനത്തിന് വേണ്ടി കേട്ട് ഒരാൾ ഒരു കിണർ കുഴിച്ചിട്ട് അത് വഖഫ് ചെയ്താൽ മരണാനന്തരവും അവന്റെ ഖബറിലേക്ക് അവന് നന്മയായി അത് ബാക്കി നിൽക്കുന്ന കാര്യമാണ്. അതുപോലെ അവിടുന്ന് പറയുന്നുണ്ട്, അതുപോലെ ഒരു മനുഷ്യൻ ഒരു നദി കീറി കൊടുത്താൽ, അഥവാ ഒരു കനാലിന്റെ സംവിധാനം ഒരുക്കി ജനങ്ങൾക്ക് ജലസേചന പദ്ധതിയുമായി കുടിക്കുന്നതിനും കുടിക്കുന്നതിനും കൃഷി ഇറക്കുന്നതിനുമായി ഒരാള് ഒരു കനാല് കീറി കൊടുത്താൽ, അങ്ങനെ വഖഫ് ചെയ്താൽ മരണാനന്തരം ഖബറിലും അവനത് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അയാൾ തന്റെ സമ്പത്ത് വഖഫ് ചെയ്താൽ മരണാനന്തരം ഖബറിൽ അവൻ അതിന്റെ പ്രതിഫലം ലഭിക്കും. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഒരു തോട്ടമുണ്ടാക്കി അതിൽ ആയിരക്കണക്കിന് വൃക്ഷങ്ങൾ നട്ടിട്ട് അതിന്റെ പ്രയോജനവും പൊതുജനത്തിനായി വിട്ടുകൊടുത്താൽ അവന് അതിലൂടെ മരണാനന്തരം അവന്റെ മണ്ണറയിലും നിരന്തര പ്രതിഫലം ലഭ്യമാകും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പള്ളിയെ പറ്റി പറഞ്ഞത്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പ്രിയപ്പെട്ട പ്രവാചകർ മദ്രസകളെ പറ്റി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പൊതുജന നന്മ ഉദ്ദേശിച്ചുകൊണ്ട് കിണർ ഒഴിക്കലും വഖഫാണ്, കനാല് കീറി കൊടുക്കലും വഖഫാണ്, തോട്ടം വെച്ച് കൊടുക്കലും വഖഫാണ്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തലും വഖഫാണ്. ഇങ്ങനെ പൊതുജനത്തിന്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന മഹത്തായ ഒരു പ്രവർത്തനമാണ് വഖഫ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യനൊരു വസ്തുവോ ഒരു ഭൂമിയോ വഖഫ് ചെയ്യണമെങ്കിൽ അവന് ആ സ്വത്തിൽ പറമ്പ് കിളയ്ക്കുമ്പോൾ ആ കല്ല് പൊന്തി വന്നത് കല്ലല്ല, ഞങ്ങളുടെ ദേവന്റെ ലിംഗമാണ് എന്ന് പറയുന്ന നാണം കെട്ട നാറിയ പരിപാടിക്കല്ല വഖഫ് എന്ന് പറയുന്നത്. അത് പരിശുദ്ധമായ ഒരു പ്രവർത്തനമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തം കരുതിയിട്ട് പ്രബന്ധക കമ്മിറ്റി എന്ന പേരിൽ പ്രത്യേക സംവിധാനങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെയും സഭയുടെ സ്വത്തുക്കളെയും കൈകാര്യം ചെയ്യുന്നതിനായി ചർച്ച് ബില്ലും ചർച്ച് ആക്ടുമൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതല്ലാതെ കേവലം മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ള ഒരു നിയമമല്ല. എന്ന് മാത്രമല്ല, ഈ വഖഫ് ബോർഡ് എങ്ങനെയാണ് ഇവിടെ ഉണ്ടായത്? ആരാണ് വഖഫ് ബോർഡിനെ ഉണ്ടാക്കിയത്? സംഘപരിവാരം പ്രചരിപ്പിക്കുന്നത് പോലെ ഇവിടുത്തെ മുസ്ലിമുകൾ ഇന്ത്യയിലെ ഭൂസ്വത്ത് മുഴുവനും പിടിച്ചെടുക്കാൻ ഒരു കൊള്ള മാഫിയ സംഘം എന്ന പേരിൽ വഖഫ് ബോർഡിനെ ഇവിടെ ഉണ്ടാക്കിയതാണോ നാം കൃത്യമായി തിരിച്ചറിയണം. വഖഫ് ബോർഡ് ഇവിടെ എങ്ങനെയുണ്ടായി, അതിന്റെ ചരിത്രം എങ്ങനെയാണ്, അതിന്റെ നാളുവഴികൾ എങ്ങനെയാണ്? വെള്ളക്കാർ ഇന്ത്യ രാജ്യത്തെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 1863 ഇന്ത്യ രാജ്യത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സമർപ്പിക്കപ്പെട്ട സ്വത്തുക്കൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അതിനൊരു നിയമം വേണം.
അതിന് ഒരു സംവിധാനങ്ങൾ വേണം. അതിനായി വെള്ളക്കാരുടെ ഭരണം നടത്തപ്പെട്ട കാലഘട്ടത്തിലെ 1863 റിലീജിയസ് എൻഡോൺമെന്റ് ആക്ട് എന്ന പേരിൽ വെള്ളക്കാരുടെ ഭരണം ഒരു നിയമം കൊണ്ടുവന്നു. ഇന്ന് അവർ ഉപേക്ഷിച്ചിട്ട് പോയ സ്വത്തുക്കൾ പലതും പല ആളുകളും കയ്യേറുകയുണ്ടായി. അവരുടെ കുടുംബത്തിൽ തന്നെയുള്ളവർ അവകാശവാദം ഉന്നയിച്ച് പിടിച്ചെടുക്കുകയുണ്ടായി. എന്നിട്ടും ഈ രാജ്യത്ത് ഒരുപാട് സമ്പത്തുകൾ ബാക്കിയായി. ഈ രാജ്യത്ത് ഒരുപാട് ഭൂസ്വത്തുക്കൾ, അതിന് രേഖകൾ ഉണ്ടാകണമെന്നില്ല. പാരമ്പര്യമായി മുസ്ലിമുകൾ ഉപയോഗിച്ചു വന്നതായിരുന്നു. അതൊക്കെയും വഖഫ് ബോർഡിലേക്ക് അബുൽ കലാം ആസാദിനെ പോലെ അതുപോലെ ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ളവർ വഖഫ് ബോർഡിലേക്ക് അത് ചേർത്തു വെക്കുകയും ഈ പശ്ചാത്തലത്തിൽ കൃത്യമായ നിയമങ്ങൾ വേണമെന്നുള്ള തിരിച്ചറിവോടുകൂടി 954 ആയപ്പോൾ യൂണിയൻ ഗവൺമെന്റ് വഖഫ് ആക്ട് നിയമമല്ല വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. SDPIയോ മുസ്ലിം ലീഗോ PDPയോ അല്ലെങ്കിൽ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയോ അല്ലെങ്കിൽ ഇവിടുത്തെ മഹത്തുക്കളായ ജംഇയ്യത്തുൽ ഉലമകളുണ്ട്, ഇവിടുത്തെ സുന്നി സലഫി പ്രസ്ഥാനങ്ങളുണ്ട്. ആരും തന്നിഷ്ടപ്രകാരം ഉണ്ടാക്കിയെടുത്ത ഒരു പ്രസ്ഥാനമല്ല വഖഫ് ബോർഡ്. ആക്ഷേപങ്ങളൊന്നുമില്ലാതെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ വളരെ കൃത്യമായി ഈ സംവിധാനം ഇവിടെ നിലനിന്നു വന്നപ്പോഴാണ് സംഘപരിവാരം ഇന്ത്യ രാജ്യത്തെ മുസ്ലിമാനെ വംശീയമായി ഉന്മൂലനം നടത്തുന്നതിന്റെ ഭാഗമായി സാമ്പത്തികമായി ഈ സമുദായത്തെ തകർക്കാൻ വേണ്ടിയിട്ട് വഖഫിന്റെ സ്വത്തുക്കൾ കയ്യേറാൻ കുപ്രചരണങ്ങളുമായി കടന്നു വന്നത്. അവർ ഇവിടെ എന്താണ് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്? ഇന്ത്യ രാജ്യത്ത് ഭൂസ്വത്തിന്റെ കാര്യത്തിൽ 3-ാം സ്ഥാനം വഖഫ് ബോർഡിനാണ്. നമ്മളൊക്കെ പലപ്പോഴും അത് പറയാറുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക ഭൂസ്വത്തിന്റെ വിഷയത്തിൽ 3-ാം സ്ഥാനം വഖഫ് ബോർഡിനാണ്. ഇവിടുത്തെ ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിന്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടും സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുമുള്ള ആഭ്യന്തര മന്ത്രാലയത്തിനുള്ള ഭൂസ്വത്ത് കഴിഞ്ഞാൽ അതുപോലെ രാജ്യവ്യാപകമായി ശൃംഖലകളായി പടർന്നു കിടക്കുന്ന ഈ രാജ്യത്തിന്റെ റെയിൽവേ മന്ത്രാലയം കഴിഞ്ഞാൽ ഭൂസ്വത്തിന്റെ കാര്യത്തിൽ 3-ാം സ്ഥാനം ഇവിടുത്തെ വഖഫ് ബോർഡിനാണ്. കേൾക്കുമ്പോൾ തന്നെ ആർക്കും ഒരാശ്ചര്യം തോന്നില്ലേ? രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രാലയവും റെയിൽവേ മന്ത്രാലയവും കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുള്ളത് ആർക്കാ? ഇവിടുത്തെ വഖഫ് ബോർഡിന്. ഈ രാജ്യത്തിന്റെ സ്വത്തിനെ അവർ കൈയടക്കി വെച്ചിരിക്കുകയാണ്. നാളെ നമ്മളെ വീട്ടിലേക്ക് കയറി വരും, നമ്മളെ വീട് പിടിച്ചെടുക്കും എന്നെല്ലാം പറഞ്ഞിട്ട് സംഘപരിവാരം ഇവിടെ പ്രശ്നം ഉണ്ടാക്കുക. കൃത്യമായ കണക്കുണ്ടല്ലോ വഖഫിനെ പറ്റിയിട്ട്. കൃത്യമായ കണക്ക് ഈ രാജ്യത്തുണ്ട്. ഇവിടുത്തെ മുസ്ലിമുകളുടെ പക്കലുണ്ട്, മുസ്ലിം പ്രസ്ഥാനങ്ങളുടെ കയ്യിലുണ്ട്. നമ്മളത് കൃത്യമായി പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം 8,70,000 വഖഫുകൾ ഇന്ത്യ രാജ്യത്ത് കൃത്യമായി കണക്കിലുണ്ട്. 8,70,000 വഖഫുകൾ. അതിലൂടെ ഏകദേശം 9,40,000 ഏക്കർ ഭൂമിയാണ് ഇന്ത്യ രാജ്യത്തെ വഖഫ് ബോർഡിനുള്ളത്. ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. 9,40,000 ഏക്കർ ഭൂമി ഇന്ത്യ രാജ്യത്ത് വഖഫ് ബോർഡിനുണ്ട്. എന്നാൽ എന്റെ സഹോദരങ്ങളെ, ഭൂസ്വത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ രാജ്യത്ത് 3-ാമതെത്തി നിൽക്കുന്നത് വഖഫ് ബോർഡാണോ? നാം ഇതിനെ പഠിക്കണം. വഖഫിന്റെ വിവാദങ്ങളെ രാജ്യത്ത് കൊടുമ്പിരി തൊട്ട അന്ന് മുതൽ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് സമരരംഗത്ത് തന്നെയുണ്ട്. ആ മഹത്തായ മുസ്ലിം കൂട്ടായ്മയുടെ നിലവിലെ ദേശീയ അധ്യക്ഷനായ മൗലാന ഖാലിദ് സൈഫുള്ള റഹ്മാനി അന്ന് അദ്ദേഹം ഒരു കണക്ക് കൃത്യമായി പുറത്തുവിടുകയുണ്ടായി. ആ കണക്ക് തന്നെ കപിൽ സിബലിനെ പോലെയുള്ളവർ രാജ്യത്ത് BJP MPമാരുടെ മുന്നിൽ ഉയർത്തിപ്പിടിച്ചിട്ട് ഇതിന് നിങ്ങൾക്ക് മറുപടിയുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി. എന്താണ് ആ കണക്ക്? നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ മാത്രം ഹിന്ദു എൻഡോവ്മെന്റിന്റെ കീഴിൽ 4,78,000 ഏക്കർ ഭൂമിയുണ്ട്. തമിഴ്നാട്ടിൽ മാത്രം ഹിന്ദു എൻഡോവ്മെന്റിന്റെ കീഴിൽ 4,78,000 ഏക്കർ ഭൂമിയുണ്ട്. ഒരൊറ്റ സംസ്ഥാനത്തിൽ. ആന്ധ്രാപ്രദേശത്തിലേക്ക് വന്നാൽ 4,68,000 ഏക്കർ ഭൂമിയുണ്ട്. അഥവാ തമിഴ്നാടും ആന്ധ്രാപ്രദേശും 2 സംസ്ഥാനങ്ങൾ മാത്രം നമ്മൾ എടുത്താൽ ഹിന്ദു എൻഡോവ്മെന്റിന്റെ കീഴിൽ ഏകദേശം ഇന്ത്യ മുഴുവനുമുള്ള വഖഫ് ബോർഡിന്റെ അത്രയും ഭൂസ്വത്തുണ്ട്. 2 സംസ്ഥാനങ്ങളുടെ കണക്കെടുത്തപ്പോൾ മാത്രം.
നമ്മൾ നോക്കിയേ, അപ്പോൾ ഭൂസ്വത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ രാജ്യത്ത് മൂന്നാമതെത്തി നിൽക്കുന്നത് വഖഫ് ബോർഡാണോ? ഇവിടുത്തെ BJP ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, RSSകാരെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് മുസ്ലിമുകൾക്ക് വേണ്ടി വഖഫ് ബോർഡിലുള്ള ഭൂസമ്പത്തിനെ പറ്റിയിട്ട് കൃത്യമായ രേഖകൾ ഞങ്ങൾ പുറത്തുവിടാം, കൃത്യമായ കണക്കുകൾ ഞങ്ങൾ പുറത്തുവിടാം. എന്നാൽ ഇവിടുത്തെ BJPക്കോ ഇവിടുത്തെ RSSനോ ഇന്ന് വരെ ഹിന്ദു എൻഡോൺമെന്റിന്റെ കീഴിൽ എത്ര ഭൂസ്വത്തുണ്ട് എന്ന് കൃത്യമായ കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് പുറത്തുവിടാൻ സാധ്യമായിട്ടുണ്ടോ? ഇന്ന് വരെ പറ്റിയിട്ടില്ല. പാർലമെന്റിലൊക്കെ ഇത്രയൊക്കെ പ്രസംഗിച്ചിട്ട് ഒരാൾക്ക്, ഒരു BJPയുടെ MP-ക്ക്, അല്ലെങ്കിൽ ഒരു മന്ത്രിക്ക്, ഇല്ലെങ്കിൽ ഒരു RSSന്റെ നേതാവിന് അത് പുറത്തുവിടാൻ പറ്റിയിട്ടുണ്ടോ? കാരണം എന്താ? കൃത്യമായ കണക്കുകളൊക്കെ പുറത്തു വന്നാൽ വഖഫ് ബോർഡിനേക്കാൾ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സമ്പത്ത് കൈവശപ്പെടുത്തിയിരിക്കുന്നത് ഹിന്ദു എൻഡോൺമെന്റ് ആണെന്ന് കൃത്യമായി രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാകും. സംഘപരിവാരത്തിന്റെ കുപ്രചരണങ്ങൾ പൊളിയും. വീണ്ടും തീർന്നിട്ടില്ല. ഇവിടുത്തെ ക്രൈസ്തവ സഭകളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പോ അവരിൽ അധികമേരും RSSന്റെ കൂടെയാണ്. കാരണം മുനമ്പത്തെ വിഷയമൊക്കെ വന്ന് മുനമ്പത്തെ അവര് കുറെ കുടിലി കെട്ടി സമരമൊക്കെ നടത്തി. സുരേഷ് ഗോപിയും RSSന്റെ നേതാക്കന്മാരൊക്കെ വന്ന് കുറെ കെട്ടിപ്പിടിച്ച് അവസാനം ഈ രാജ്യത്ത് പാർലമെന്റിൽ വഖഫ് ബില്ല് പാസ്സാക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ ലഡു തിന്നാൻ തുടങ്ങി, ജിലേബി തിന്നാൻ തുടങ്ങി, പടക്കം പൊട്ടിക്കാൻ തുടങ്ങി, ആഹ്ലാദിക്കാൻ തുടങ്ങി. മുനമ്പത്തെ നമ്മളെ ഏക്കർ കണക്കിന് ഭൂമി ഞങ്ങൾക്ക് ഇപ്പൊ തിരിച്ചു കിട്ടാൻ പോവാന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് തുള്ളിച്ചാടാൻ തുടങ്ങി. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കിരൺ റിജിജു എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞു, ഇല്ല ക്രിസ്ത്യാനികൾ സന്തോഷിക്കണ്ട, വഖഫ് ബില്ല് വന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. എന്നിട്ട് നമ്മൾ കണ്ടതെന്താ? ദിവസങ്ങൾക്കുള്ളിൽ RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ ഈ രാജ്യത്തൊരു കണക്ക് പുറത്തുവിടുകയാണ്. ക്രൈസ്തവ സഹോദരങ്ങൾ അറിയണം, ക്രിസംഗികളും കാസയുടെയും ആളുകളായ സഭാ ഭീകരവാദികൾ അറിയണം, RSS കണക്കെടുത്തുകൊണ്ടിരിക്കുകയാ. RSS മണിപ്പൂരിൽ കണക്കെടുത്തിട്ട് ദേവാലയങ്ങൾ തകർത്തതുപോലെ, ക്രൈസ്തവ സഹോദരങ്ങളെ അതിക്രൂരമായി കൊന്നൊടുക്കിയതുപോലെ രാജ്യം മുഴുവനുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ സഭയുടെ സമ്പത്തിനെ പറ്റി കണക്കെടുപ്പ് നടത്തുകയാ. എന്നിട്ട് ഓർഗനൈസർ എന്ന RSSന്റെ മുഖപത്രം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ രാജ്യത്ത് വഖഫ് ബോർഡിനേക്കാൾ സ്വത്ത് ഇവിടുത്തെ ക്രൈസ്തവ സഭകളുടെ കീഴിലുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേ. RSS തന്നെയാ ഇത് പറയുന്നത്. അവർ പറയുന്നു, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തില് 100 കൊല്ലം പാട്ടക്കരാറിനനുസരിച്ച് ഈ രാജ്യത്തിന്റെ കണ്ണായ ഭൂമികൾ മുഴുവനും ക്രൈസ്തവർക്ക് കൊടുക്കുകയുണ്ടായി. ഈ രാജ്യത്തെ വിലയുയർന്ന ഭാഗങ്ങളിൽ, ഇവിടുത്തെ മെട്രോ സിറ്റികളിലും ടൗണുകളിലുമെല്ലാം സ്ക്വയർ ഫീറ്റിന് കോടിക്കണക്കിന് രൂപ വരുന്ന ഇടങ്ങളിലെല്ലാം ക്രൈസ്തവർക്ക് സ്ഥലങ്ങളുണ്ട്, അവരുടെ ആശുപത്രികളുണ്ട്, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അവരുടെ കേന്ദ്രങ്ങളുണ്ട്. ഇതിന്റെ 100 കൊല്ലം പാട്ടക്കരാർ അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് സർക്കാർ ഇടപെട്ട്, സുപ്രീം കോടതി ഇടപെട്ട് ആ സ്വത്ത് മുഴുവനും തിരിച്ചു പിടിച്ചു വാങ്ങണം. RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ പുറത്തു പറയുക എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡിനേക്കാൾ സമ്പത്ത് ഇവിടുത്തെ ക്രൈസ്തവ സഭകൾക്കുണ്ട്. വഖഫ് ബോർഡിനേക്കാൾ സമ്പത്ത് ഇവിടുത്തെ ഹിന്ദു എൻഡോൺമെന്റിന്റെ കീഴിലുണ്ട്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, കുപ്രചരണങ്ങളുടെ പിന്നാലെ നമ്മൾ പോകേണ്ടതില്ല, അപവാദ പ്രചരണങ്ങളുടെ പിന്നാലെ നമ്മൾ പോകേണ്ടതില്ല. നമുക്ക് ഈ രാജ്യത്തെ സംഘപരിവാരത്തോട്, ഈ രാജ്യത്തെ അധികാര ദുർഭൂതങ്ങളോട്, ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങൾ സമരമുഖത്താണ്, ഞങ്ങൾ പോരാട്ടത്തിന്റെ മാർഗത്തിലേക്ക് വന്ന പോരാളികളാണ്. ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീടുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി സമർപ്പിച്ച പടച്ച തമ്പുരാന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ എത്ര കുപ്രചരണങ്ങൾ നിങ്ങൾ മെനഞ്ഞാലും, എത്ര വലിയ നീതി നിഷേധം നിങ്ങൾ നടത്തിയാലും, ഇൻഷാ അല്ലാഹ് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നാലും ഈ സമരപാതയിൽ മുന്നോട്ട് വെച്ച ചുവട്ടടികളിൽ ഒരടി പോലും പിന്നോട്ട് വെക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ന് ഈ രാജ്യത്തെ ഭരണ സംവിധാനങ്ങളോട് വിളിച്ചു പറയാൻ ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാകേണ്ടതുണ്ട്.
വീണ്ടും നമ്മൾ അറിയണം, ഇന്ത്യ രാജ്യത്ത് വഖഫ് ഏതെല്ലാം രീതിയിൽ പറ്റുമായിരുന്നു. പ്രധാനപ്പെട്ട 3 നിലയിലാണ് വഖഫുകൾ ഉണ്ടായിരുന്നത്. ഒന്ന് വഖഫ് നാമയിലൂടെ, കൃത്യമായ രജിസ്ട്രേഷനുകളിലൂടെ. ഏകദേശം ഇപ്പോൾ ഒക്കെ നടക്കുന്നത് അങ്ങനെ ആയിരിക്കും. ഒരു 10, 30, 40 കൊല്ലങ്ങൾക്കിടയിൽ ആരെങ്കിലും ഖബർസ്ഥാന് വേണ്ടി സ്ഥലം കൊടുക്കുമ്പോ, അല്ലെങ്കിൽ മദ്രസയ്ക്കോ പള്ളിക്കോ അല്ലെങ്കിൽ മറ്റ് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി സ്ഥലം കൊടുക്കുമ്പോ കൃത്യമായ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഒന്നാമത് അങ്ങനെ വഖഫ് നാമയിലൂടെ. രണ്ടാമത് വഖഫ് ബൈ ഓറൽ എന്ന് പറയും, വാക്കാൽ വഖഫ് ചെയ്യുക. നമുക്കറിയാം, പലപ്പോഴും പലയിടങ്ങളിലും ഏതെങ്കിലും ഒരു സമ്പന്നരായ മനുഷ്യൻ പള്ളിയെല്ലാം നിർമ്മിച്ച് ഉദ്ഘാടനത്തിന്റെ ദിവസം അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറയും, ഈ പള്ളി പൊതുജനത്തിന് വേണ്ടി വഖഫ് ചെയ്തിരിക്കുന്നു, മദ്രസ വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് പറയാറുണ്ട്. വഖഫ് ബൈ ഓറൽ, ഇസ്ലാമിക നിയമപ്രകാരം അത് വഖഫാണ്. നാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വാക്കുകൊണ്ട് പറഞ്ഞാൽ അത് വഖഫാകും. ഇന്ത്യ രാജ്യത്തിൽ നിലവിലുണ്ടായിരുന്ന നിയമപ്രകാരവും ആ വഖഫ് സാധുവാകും. പക്ഷേ ഇപ്പോഴത്തെ പുതിയ ബില്ല് പ്രകാരം ഇനി അത് നടക്കൂല. മൂന്നാമത്തെ ഒരു വഖഫ്, വഖഫ് ബൈ യൂസർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കൊല്ലങ്ങളായി ഇന്ത്യ രാജ്യത്തെ മുസ്ലിമുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു വന്ന ഭൂമിയും കെട്ടിടങ്ങളും മറ്റ് സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. കൊല്ലങ്ങളായി ഉപയോഗിച്ചു വന്നത്. ഇതെങ്ങനെയാണ് ഈ രാജ്യത്തെ ഭരണാധികാരികൾ, ഈ രാജ്യത്തെ പൗരന്മാരായ മുസ്ലിമുകൾക്ക് ആരാധനകൾക്ക് വേണ്ടി വിട്ടുകൊടുത്ത കേന്ദ്രങ്ങൾ. ഇത് പറയുമ്പോ സംഘപരിവാരം ഇവിടെ പറയാറുണ്ട്, ഇന്ത്യ രാജ്യത്തെ മുസ്ലിം മുഗൾ ചക്രവർത്തിമാർ യാതൊരുവിധ കയ്യും കണക്കുമില്ലാതെ ഇന്ത്യയുടെ ഭൂസ്വത്ത് മുസ്ലിങ്ങൾക്ക് എഴുതി കൊടുത്തു, പള്ളിക്ക് എഴുതി കൊടുത്തു, ഖബർസ്ഥാൻ എഴുതി കൊടുത്തു. ആരായി പറയുന്നത്? ആരാണ് ഇവിടെ പറയുന്നത്? ഇന്ത്യ രാജ്യത്തിന്റെ വഖഫിന്റെ ചരിത്രങ്ങൾ എടുത്തു നോക്കൂ. ഇന്ത്യയിൽ ആദ്യമായി പള്ളിക്ക് വേണ്ടി ഭൂമി വഖഫ് ചെയ്തത് ആരാ? മുസ്ലിങ്ങളാണോ? ഒരു മുസ്ലിം ഭരണാധികാരിയാണോ? അല്ല. നമ്മുടെ ഇതേ തൃശൂർ ജില്ലയിലല്ലേ കൊടുങ്ങല്ലൂര് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ ചേരമാൻ പെരുമാൾ മസ്ജിദ് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സമക്ഷത്തിൽ നിന്ന് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സത്യപ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾക്കായി കേരളത്തിന്റെ മണ്ണിലേക്ക് വന്ന സഹാബാക്കൾക്ക് വേണ്ടി പള്ളി ഉണ്ടാക്കാനും നിസ്കരിക്കുവാനും ആരാധനാകർമ്മങ്ങൾക്കുമായി ആദ്യമായി സ്ഥലം വഖഫ് ചെയ്തത് ഹിന്ദുവായിരുന്ന അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല, ഹിന്ദുവായിരുന്ന ചേരമാൻ പെരുമാൾ മഹാരാജാവായിരുന്നില്ലേ? ഇത് ഇന്ത്യയിലെ ചരിത്രമാ. മുസ്ലിം രാജാക്കന്മാരും ഹിന്ദു രാജാക്കന്മാരും അതേപോലെ ക്രിസ്തീയ ഭരണാധികാരികളും ഒക്കെ പല മതങ്ങൾക്കും സ്ഥലങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. അതിന്റെ വ്യക്തമായ രേഖകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇത് കേവലം മുസ്ലിങ്ങൾ, രാജാക്കന്മാർ മുസ്ലിങ്ങൾക്ക് വാരി കോരി കൊടുത്തു എന്നല്ല. നമ്മൾ നോക്കിയേ, ഗുരുവായൂർ ക്ഷേത്രമുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഹൈന്ദവ ദേവാലയമായ ഗുരുവായൂർ ക്ഷേത്രമുണ്ട്. ഇതിന്റെ കണക്കുകൾ പരിശോധിച്ചു നോക്കിയാൽ ചാവക്കാട് അഹമ്മദ് ഹാജി എന്ന സമ്പന്നനിൽ നിന്ന് ഹെക്ടർ കണക്കിന് ഭൂമി വാങ്ങിയിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന് വേണ്ടി വിട്ടുകൊടുത്തത് മുസ്ലിം ചക്രവർത്തിയായിരുന്ന മഹാനായ ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി ആയിരുന്നു. അതിന്റെ കൃത്യമായ രേഖകളൊന്നുമില്ലേ? കർണാടകയിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രമുണ്ട്. നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളൊക്കെ വണ്ടി പിടിച്ച് അവിടേക്ക് പ്രാർത്ഥനയ്ക്ക് പോകാറുണ്ട്. ആ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും രാവിലെ സലാം മംഗളാരതി എന്ന പേരിൽ ഒരു പ്രത്യേക പ്രാർത്ഥന നടത്താറുണ്ട്. സലാം മംഗളാരതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? മഹാനായ ടിപ്പു സുൽത്താന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രാർത്ഥന, നൂറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന. എന്തിന്റെ പേരിലാ? ഹൈന്ദവ ക്ഷേത്രമായ കൊല്ലൂർ മൂകാംബികയ്ക്ക് വേണ്ടി ടിപ്പു എന്ന ഭരണാധികാരി നൽകിയ സേവനങ്ങളുടെ പേരിൽ, സംഭാവനകളുടെ പേരിൽ, സഹായങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് തുടങ്ങി വെച്ച പ്രാർത്ഥന സലാം മംഗളാരതി ഇന്ന് നടക്കുക. കാരണം ടിപ്പു ക്ഷേത്രങ്ങൾക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ട്. മഹാനായ ടിപ്പു സുൽത്താൻ 40-ലധികം ക്ഷേത്രങ്ങൾക്ക് സ്ഥലം കൊടുത്ത, സംവിധാനം കൊടുത്ത, ഗ്രാൻഡ് കൊടുത്തതിന്റെ രേഖകൾ ഇന്നുമുണ്ട്. മഹാനായ ഔറംഗസീബ് ആലംഗീർ റഹിമഹുല്ലാഹ് ഇന്ത്യ രാജ്യത്ത് 90-ലധികം ക്ഷേത്രങ്ങൾക്ക് സ്ഥലം കൊടുത്തതിന്റെ രേഖകളുണ്ട്. ഇങ്ങനെ മുസ്ലിം ഭരണ യൂസർ പ്രകാരം ആ ക്ലാസ് മുറി വഖഫാക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ അത് മുസ്ലിങ്ങൾ കൊള്ളയാന്നാ പറയുന്നത്. എത്ര നാണം കെട്ട പരിപാടിയാണ് നോക്കിയത്. ഇവിടെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യാറുണ്ട്. ഡൽഹിയിലൊക്കെ പോകാൻ 3 ദിവസം ഭാരതത്തിന്റെ കണ്ടുപിടുത്ത പ്രകാരം അങ്ങനെ ഒരാള് ട്രെയിനിൽ നിസ്കരിച്ചാൽ ആ കമ്പാർട്ട്മെന്റ് വഖഫായി പോയില്ല.
ഇങ്ങനെ വെറും നാണം കെട്ട കുറെ പ്രചരണങ്ങൾ നടത്തുക വഖഫിനെതിരെ. അപ്പൊ അതുകൊണ്ട് വഖഫ് ബൈ ഓറലും വഖഫ് ബൈ യൂസറും ഒക്കെ നിയമവിരുദ്ധമാക്കിയിരിക്കുന്നു. ഇനി അങ്ങനെയുള്ള വഖഫുകളില്ല. നമ്മൾ ചിന്തിക്ക്, ഈ പഴയ കാലത്തെ വഖഫുകൾക്ക് എങ്ങനെ രേഖകൾ ഉണ്ടാകാനാ? ഈ രാജാക്കന്മാര് ഭരണാധികാരികൾ തന്നതിന്റെ രേഖകൾ എവിടെ നിന്ന് തപ്പിപ്പിടിച്ചു കൊണ്ടുവരാനാ? സുപ്രീം കോടതി പോലും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ലേ? അതിന്റെ പേരിൽ എന്താ? സത്യസന്ധമായി വഖഫ് ബോർഡിന് അനുകൂലമായി, മുസ്ലിമുകൾക്ക് അനുകൂലമായി, രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ സംഹിതകൾക്ക് അനുകൂലമായി വിധി പ്രസ്താവം നടത്തുമെന്നതിന്റെ പേരിൽ ഇന്നലെ വിധി പുറപ്പെടുവിക്കേണ്ടത് മാറ്റിവെച്ചിരിക്കുന്നു. മെയ് 15 മാറ്റി. കാരണം ഇന്നലെ വിധി പുറപ്പെടുവിച്ചിരുന്നെങ്കിൽ സംഘപരിവാരത്തിന് പ്രതികൂലമാകും. ആ ചീഫ് ജസ്റ്റിസിന്റെ കാലാവധി തീർത്ത് പുതിയ ആളിനെ കൊണ്ടുവരാൻ പോവാ. സംഘികളല്ലേ, ആരെയാവും കൊണ്ടുവരുന്നത് നമുക്ക് കൃത്യമായി അറിയാമല്ലോ അതിനെ പറ്റിയിട്ട്. എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, ഈ രാജ്യത്ത് വഖഫ് സ്വത്തുക്കൾ അന്യാധീനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ആ വഖഫിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താനോ അതിന്റെ വിശാലമായ അർത്ഥത്തെ ഉൾക്കൊള്ളുവാനോ അതിനെ കൃത്യമായി മുസ്ലിമുകൾക്ക് അല്ലെങ്കിൽ ഈ രാജ്യത്തിന് പ്രയോജനപ്പെടുന്ന നിലയിൽ കൊടുക്കുവാനോ ഇവിടുത്തെ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. നമ്മളറിയണം, ഇന്ത്യ രാജ്യത്ത് എത്രയോ വഖഫിന്റെ സ്വത്തുക്കൾ കയ്യേറപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിയായ അനിൽ അംബാനി, അദ്ദേഹത്തിന് മുംബൈയില് 27 നിലകളുള്ള ആന്റില എന്നൊരു കൊട്ടാരമുണ്ട്. ഹെലിപാഡുകൾ പോലുമുള്ള നൂറുകണക്കിന് ആഡംബര കാറുകൾ പാർക്ക് ചെയ്യുന്ന സംവിധാനങ്ങളുള്ള തിയേറ്ററുകളും ജിംനേഷ്യങ്ങളും അതേപോലെ തന്നെ സ്വിമ്മിംഗ് പൂളുകളുമുള്ള ഷോപ്പിംഗ് മാളുകളുള്ള 27 നില വരുന്നതായ ആന്റില എന്നൊരു ഭീമൻ കൊട്ടാരം അനിൽ അംബാനിക്ക് ബോംബെയിലുണ്ട്. നിങ്ങൾക്കറിയോ, വഖഫിന്റെ ഭൂമിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 180 കോടിയോളം രൂപ വില ചേരുന്നതായ വഖഫിന്റെ സ്വത്ത് ഭരണകൂടവും ഉദ്യോഗസ്ഥന്മാരും കള്ളക്കളി നടത്തി വെറും 21 കോടിക്ക് അത് അനിൽ അംബാനിക്ക് പതിച്ചു കൊടുക്കുകയായിരുന്നു. വഖഫിന്റെ സ്വത്തിലാണ് അനിൽ അംബാനിയുടെ കൂറ്റൻ കെട്ടിടം നിലനിൽക്കുന്നത്. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ആന്ധ്രാപ്രദേശില്, തെലങ്കാനയിലൊക്കെ നമ്മൾ കണക്കെടുത്ത് നോക്കിയാൽ ഹൈദരാബാദ് ഹൈടെക് സിറ്റി നിലനിൽക്കുന്നത് വഖഫിന്റെ ഭൂമിയിലാണ്. അതേപോലെ അവിടുത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് ബാങ്ക് നിൽക്കുന്നത് വഖഫിന്റെ ഭൂമിയിലാണ്. മൈക്രോസോഫ്റ്റ് കമ്പനി നിൽക്കുന്നത് വഖഫിന്റെ ഭൂമിയിലാണ്. ടോളിഗഞ്ച് ക്ലബ്ബ് നിൽക്കുന്നത് വഖഫിന്റെ ഭൂമിയിലാണ്. റോയൽ കൽക്കട്ട ഗോൾഫ് ക്ലബ്ബ് നിൽക്കുന്നത് വഖഫിന്റെ ഭൂമിയിലാണ്. ബാംഗ്ലൂരിലെ ITC വിൻസ്റ്റർ ഹോട്ടലുകൾ ഉൾപ്പെടെ നിൽക്കുന്നത് വഖഫിന്റെ ഭൂമിയിലാണ്. ഈ രാജ്യത്ത് കൃത്യമായ കണക്ക് പ്രകാരം മുഖ്യമന്ത്രിമാർ പുറത്തുവിട്ട കണക്ക് പ്രകാരം ആന്ധ്രാപ്രദേശിൽ മാത്രം 81,000 ഏക്കർ വഖഫ് ഭൂമിയിൽ കയ്യേറ്റം നടത്തപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രിമാർ പോലും സമ്മതിച്ച കാര്യം, 81,000 ഏക്കർ ഭൂമി കയ്യേറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വസ്തുക്കൾ കയ്യേറ്റം ചെയ്യപ്പെട്ടിരിക്കുക. ഇങ്ങനെ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമുകളുടെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് അവകാശപ്പെട്ട വഖഫ് സ്വത്തുക്കൾ കയ്യേറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിനെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ക്രിയാത്മകമായി ഇടപെടൽ നടത്തി രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ആ സമ്പത്ത് ഉപയോഗപ്പെടുത്തേണ്ടതിന് പകരം സംഘപരിവാരം അത് മുഴുവനും ചരിച്ചു. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അവർ വരികയുണ്ടായി. 2008 കേരളത്തിൽ അവർ സന്ദർശനം നടത്തി. എന്നിട്ട് ബൃഹത്തായ ഒരു റിപ്പോർട്ട്, ഇവിടുത്തെ ഏതെങ്കിലും മുസ്ലിം പാർട്ടികളല്ല, ഇവിടുത്തെ ഏതെങ്കിലും ജംഇയ്യത്തുൽ ഉലമകളല്ല, ഇവിടുത്തെ ഏതെങ്കിലും സുന്നി സലഫി പ്രസ്ഥാനങ്ങളല്ല, ഇന്ത്യയുടെ ഭരണകൂടം ചുമതലയേൽപ്പിച്ച ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി റഹ്മാൻ ഖാന്റെ നേതൃത്വത്തിൽ അന്ന് അവർ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്താൽ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക്, ഇവിടുത്തെ മുസ്ലിമുകൾക്ക് അത് വളരെയധികം പ്രയോജനപ്പെടുമായിരുന്നു എന്ന് രാജ്യത്തിന്റെ ഭരണ സംവിധാനം ഏർപ്പെടുത്തിയ റഹ്മാൻ ഖാൻ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ട് 2008 ഈ രാജ്യത്ത് പുറത്തുവിടുകയുണ്ടായി. അതുപോലെ ന്യൂനപക്ഷത്തെ പറ്റി പഠനം നടത്തിയ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായിരുന്നു. സച്ചാർ കമ്മിറ്റി എന്ന് പറഞ്ഞത് ഏകദേശം 6 ലക്ഷം രജിസ്റ്റേർഡ് 6 ലക്ഷം ഏക്കർ രജിസ്റ്റേർഡ് ഭൂമിയുണ്ട് വഖഫിന്റെ കീഴിൽ. ഏകദേശം 1.2 ലക്ഷം കോടി രൂപയുടെ മതിപ്പുണ്ടതിന്. 1.2 ലക്ഷം
1000 കോടി രൂപയുടെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. VS അച്യുതാനന്ദന്റെ ഭരണകാലഘട്ടത്തിൽ അന്നത്തെ റിട്ടയർഡ് ജഡ്ജിയായിരുന്ന MA നിസാറിന്റെ നേതൃത്വത്തിൽ ഒരു നിസാർ കമ്മീഷൻ ഉണ്ടായിരുന്നില്ലേ? 2009 ഒക്ടോബർ മാസം 30-ാം തീയതി അവർ റിപ്പോർട്ട് സമർപ്പിച്ച് പറഞ്ഞതെന്താ? കേരളത്തിൽ മാത്രം 1000 കോടിയോളം രൂപയുടെ വഖഫ് കൈയേറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു. 1000 കോടി കണക്കിന് ഭൂമികൾ കൈയേറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു. അല്ലാതെ ഒരു ആരോപണമോ വാദഗതികളോ അല്ല എന്ന് തിരിച്ചറിയുക. എന്നിട്ടെന്താ? ഇതൊക്കെ കാര്യക്ഷമമായി ഉപയോഗിക്കുകയല്ലേ ഇവിടുത്തെ ഭരണകൂടവും സർക്കാരുകളും ചെയ്യേണ്ടുന്നത്? അതിനപ്പുറം ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞെന്താണെന്നറിയോ? അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന് രാജ്യത്തോട് വലിയ സ്നേഹവും കൂറുമൊക്കെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളോട് വലിയ ഇഷ്ടമുള്ള ആളാണല്ലോ പ്രധാനമന്ത്രി. അദ്ദേഹം ഈ രാജ്യത്തോടുള്ള പ്രതിബദ്ധത കൊണ്ട് അദ്ദേഹം പറയാണ്, വഖഫ് സ്വത്തുകളൊക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം ചെറുപ്പക്കാർക്ക് പഞ്ചറൊട്ടിച്ച് നടക്കേണ്ടി വരുമായിരുന്നില്ലെന്നത്രേ. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി RSSന് വേണ്ടി മുതൽ മുടക്കുന്നതായ പണം ഇന്ത്യ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചിരുന്നു എങ്കിൽ ഹിന്ദു സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വഖഫ് സ്വത്തുക്കൾ ഉപയോഗം ഇന്ത്യ രാജ്യത്തിന്റെ സുപ്രീം കോടതി നിലനിൽക്കുന്നത് എവിടെയാ? അന്വേഷിച്ചു നോക്കി. വഖഫിന്റെ ഭൂമിയില ഈ രാജ്യത്തെ ജനങ്ങൾ മുസ്ലിമുകൾ വിട്ടുകൊടുത്തില്ലേ? ഇന്ത്യയിലെ സുപ്രീം കോടതി നിലനിൽക്കുന്നത് വഖഫിന്റെ ഭൂമിയില. വേണ്ട, നമുക്കൊക്കെ മനസ്സിലാവല്ലോ. കേരളത്തിൽ ജലപ്രളയം ഉണ്ടായി, ഉരുൾപൊട്ടലുകൾ ഉണ്ടായി. ഇടുക്കി ജില്ലയില്, വയനാട്ടില്, മലപ്പുറത്ത്, നിലമ്പൂരിൽ ഉൾപ്പെടെ ഒന്നിലേറെ തവണ ഉരുൾപൊട്ടലും ജലപ്രളയം ഉണ്ടായി. നമുക്കറിയാം. അന്ന് ഈ രാജ്യത്തെ ജനങ്ങളുടെ കിടക്കാടം നഷ്ടപ്പെട്ടു പോയി, വീടുകൾ നഷ്ടപ്പെട്ടു പോയി, കയറി കിടക്കാൻ ഇടമില്ല. നമ്മൾ കണ്ടതെന്താ? മുസ്ലിമുകളെ ചെയ്തതെന്താ? പള്ളികൾ വഖഫ് ചെയ്യപ്പെട്ട ഭൂമികളും കെട്ടിടങ്ങളോ എന്ന് പറഞ്ഞ് പൂട്ടിയിട്ടോ? നമ്മൾ ആരെങ്കിലും നിധികുംഭമായി കെട്ടിപ്പിടിച്ചു വെച്ചോ? ഇല്ല. നമ്മൾ കണ്ടതെന്താ? കേരളത്തിന്റെ മഹല്ലുകളിലൊക്കെ പള്ളികളും മലർക്ക് തുറക്കപ്പെടുകയാ. എന്നിട്ട് ആ പള്ളികളിൽ കിടന്നുറങ്ങാൻ, അവിടെ വിശ്രമിക്കാൻ, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ മുസ്ലിമിനും അമുസ്ലിമിനും പള്ളികൾ നമ്മൾ തുറന്നിട്ട് കൊടുത്തില്ലേ? മുഹമ്മദ് എന്ന മുസൽമാൻ പള്ളിയിൽ കിടക്കുമ്പോ കൂടെ രാമനും ജോസഫും ഉണ്ടായിരുന്നില്ലേ? വഖഫ് ചെയ്യപ്പെട്ട ഭൂമികളിലെ വഖഫ് ചെയ്യപ്പെട്ട പള്ളികൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തുറന്നിട്ട് കൊടുത്തില്ലേ? നിസ്കരിക്കാനായി വഖഫ് ചെയ്യപ്പെട്ട പള്ളികൾ. നമ്മളെയാണോ ഇവര് വഖഫിന്റെ ഉപയോഗത്തെ പറ്റി പഠിപ്പിക്കുകയും ക്ലാസ് എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാലോ. നാം കണ്ടതെന്താണ്? ഇവിടെ ജലപ്രളയമുണ്ടായ സമയത്ത് 4 മൃഗങ്ങൾ, ഒട്ടേറെ മൃഗങ്ങൾ രക്ഷപ്പെടുകയുണ്ടായി. ഈ മൃഗങ്ങളെ ഇവിടെ താമസിപ്പിക്കും. അന്ന് നാം കണ്ടത് ഖുർആൻ പഠിക്കാൻ വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട മദ്രസകൾ ഉണ്ടായിരുന്നു, മദ്രസ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ മക്കൾ പഠിക്കാൻ ചെല്ലുമ്പോ രാവിലെ വുളൂ ചെയ്ത് നല്ല വസ്ത്രം ധരിച്ച് ചെരുപ്പ് പുറത്തൂരിയിട്ടിട്ട് അവർ മദ്രസയിൽ കയറുന്നത്. അങ്ങനെ പരിശുദ്ധിയോടുകൂടി കാണുന്ന പരിപാവനമായ മദ്രസ കെട്ടിടങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കന്നുകാലികളെ കെട്ടാൻ വേണ്ടിയിട്ട് തുറന്നു കൊടുത്തില്ലേ? അവരുടെ വളർത്തു മൃഗങ്ങളെ കെട്ടാൻ, അവരുടെ പശുവിനെയും പോത്തിനെയും ആടിനെയും നായ്ക്കളെയും പോലും കെട്ടാൻ വഖഫ് ചെയ്യപ്പെട്ട മദ്രസകൾ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമുകൾ, കേരളത്തിലെ മുസ്ലിമുകൾ തുറന്നു കൊടുത്തില്ലേ? സഹോദരങ്ങളെ, കവളപ്പാറയിൽ വിനീതം നേരിട്ട് കണ്ട കാര്യമാണ്. കവളപ്പാറയിൽ ഉരുൾപൊട്ടലുണ്ടായി, മണ്ണിടിഞ്ഞു വീണു കുറെ ആളുകളുടെ മൃതശരീരം അതിനടിയിലാണ്. അവിടെ സന്നദ്ധ പ്രവർത്തകർ അന്വേഷണം നടത്തി. 1-2 ദിവസം പഴക്കം ചെന്ന വെള്ളവും ചെളിയും കാരണമായി അടിച്ചു വീർത്ത ശവശരീരങ്ങൾ അവിടെ നിന്ന് പൊക്കിയെടുക്കുമ്പോൾ വെള്ളത്തിനടിയിൽ കിടന്ന് ചീർത്തുപോയ ശരീരം, പൊട്ടിപ്പോകുന്ന ശരീരം, ആന്തരികാവയവങ്ങൾ പുറത്തു വരുന്ന ശരീരം, ഈ ശരീരഭാഗങ്ങൾ പൊക്കിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്താൻ സാധ്യമല്ലാതെ വന്ന ഘട്ടത്തിൽ ഖുർആൻ പഠിക്കാൻ വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട മദ്രസ കെട്ടിടങ്ങൾ, ഖുർആൻ പഠിക്കാൻ വേണ്ടി വഖഫ് ചെയ്യപ്പെട്ടതായ ബെഞ്ചും ഡെസ്കുകളും കൂട്ടിയിട്ടിട്ട് അത് പോസ്റ്റ്മോർട്ടം ടേബിളുകളാക്കിയിട്ട് ആ ശവശരീരങ്ങൾ അതിന്റെ ഉള്ളിലിട്ട് പോസ്റ്റ്മോർട്ടം നടത്താൻ കേരളത്തെ മുസ്ലിമുകൾ നമ്മുടെ മദ്രസകൾ വിട്ടുകൊടുത്തില്ലേ? എന്നിട്ടാണോ നമ്മളെ പഠിപ്പിക്കുന്നത്? നമുക്കറിയാലോ, ഇവിടെ കോവിഡ് ഉണ്ടായി, ലോകം മുഴുവനും നിശ്ചലമായി.
ഇന്ത്യയുടെ മണ്ണിൽ, കേരളത്തിന്റെ മണ്ണിൽ കോവിഡ് രോഗബാധിതരെ ക്വാറന്റൈനിൽ പാർപ്പിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ പര്യാപ്തമാകാതെ വന്നപ്പോൾ അന്ന് ഇവിടുത്തെ മുസ്ലിം പ്രസ്ഥാനങ്ങൾ, ഞാൻ പറയുന്നു, അഭിമാനത്തോട് പറയുന്നു, ഇവിടുത്തെ സുന്നി പ്രസ്ഥാനങ്ങൾ, ഇവിടുത്തെ സലഫി പ്രസ്ഥാനങ്ങൾ, ഇവിടുത്തെ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ ഭരണകൂടത്തോട് പറഞ്ഞിരുന്ന ഞങ്ങളുടെ മദ്രസകളുണ്ട്, ഞങ്ങളുടെ മക്കളെ ഹാഫിളുകളാക്കാനും ആലിമുകളാക്കാനും ഈ സമുദായം തന്ന സമ്പത്ത് കൊണ്ട് വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയിൽ വഖഫ് ചെയ്യപ്പെട്ട കെട്ടിടങ്ങളുണ്ട്. ഈ രാജ്യത്തെ കോവിഡ് രോഗബാധിതരെ ക്വാറന്റൈനിൽ പാർപ്പിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ മതിയാകാതെ വന്നാൽ ഞങ്ങളുടെ കെട്ടിടങ്ങൾ വിട്ടുതരുന്നു എന്ന് പറഞ്ഞ് തുറന്നു കൊടുത്തില്ലേ? ഇതല്ലേ ഇന്ത്യയിലെ വഖഫിന്റെ ചരിത്രം എന്ന് പറഞ്ഞത്? എന്നിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണോ? നമുക്ക് പറയാനുള്ളത്, ഇനിയും ആവശ്യം വരുന്ന ഘട്ടങ്ങളിൽ, ഇനിയും ഈ രാജ്യം പ്രതിസന്ധിയിൽ വരുന്ന ഘട്ടങ്ങളിൽ താൽക്കാലികമായി ഈ രാജ്യത്തിന്റെ വഖഫ് സ്വത്തുക്കളെ രാജ്യത്തിന് വേണ്ടി വിട്ടുതരാൻ ഇന്ത്യയിലെ മുസ്ലിമുകൾ ഒന്നല്ല രണ്ടല്ല 100 വട്ടം സമ്മതിക്കുകയാണ്. ഞങ്ങൾ അതിന് സമ്മതിക്കുകയും ചെയ്യും. വഖഫിന്റെ സ്വത്ത് ഈ രാജ്യത്തിന് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വിട്ടുതരാൻ ഞങ്ങൾ തയ്യാറായെന്നാൽ അതോടൊപ്പം ഒരു കാര്യം ചേർത്ത് പറയട്ടെ, എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയിൽ നിന്ന് ഒരടി ഭൂമിയാണ് എങ്കിലും അത് പിടിച്ചെടുക്കാൻ ഇവിടുത്തെ സംഘപരിവാരത്തിന്റെ ഭരണകൂടം വന്നാൽ ഈ ഉമ്മത്തെ കൈയും കെട്ട് നോക്കി നിൽക്കുമെന്നൊരാളും വിചാരിക്കണ്ട. പ്രതിരോധിക്കേണ്ട പോലെ പ്രതിരോധിക്കാൻ, പ്രതികരിക്കേണ്ട പോലെ പ്രതികരിക്കാൻ ഈ സമുദായത്തില്, ഈ രാജ്യത്തില് ജനാധിപത്യ മതേതര വിശ്വാസികളായ ആൺകുട്ടികൾ ആയിരക്കണക്കിനുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. ഇതാണ് ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് പറയാനുള്ളത്. പിന്നെന്താ സഹോദരങ്ങളെ, എന്താ ഈ നിയമം എന്ന് പറയുന്നത്? ഈ നിയമത്തിന്റെ അപകടം നമ്മൾ തിരിച്ചറിയണം. ഞാൻ അതുകൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. സഹോദരങ്ങളെ, ഈ നിയമത്തിന്റെ പ്രശ്നം എന്താ? സംഘപരിവാരം ഈ നിയമത്തിന് പേരിട്ടിരിക്കുന്നത് ഉമ്മീദ് എന്നാണ്. യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് എന്ന പേരിൽ ഉമ്മീദ് എന്നൊരു പേര്. ഹിന്ദിയിൽ ഉമ്മീദ് എന്ന് പറഞ്ഞാൽ പ്രത്യാശ, പ്രതീക്ഷ എന്നൊക്കെയാണ് അർത്ഥം. കാരണം സംഘികൾക്ക് ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടാവുമല്ലോ. പാർലമെന്റിൽ ഞങ്ങൾ ഈ നിയമമൊക്കെ പാസാക്കി എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിമുകളുടെ സ്വത്തുക്കൾ, ഇന്ത്യയിലെ മുസ്ലിമുകളുടെ സമ്പാദ്യം, ഇവിടുത്തെ പള്ളികളും കബർസ്ഥാനുകളും ഒക്കെ ഞങ്ങളുടേതാക്കി മാറ്റാം എന്നൊരു വ്യാമോഹമൊക്കെ സംഘികൾക്കുണ്ടാവും. ഞങ്ങൾക്ക് പറയാനുള്ളത്, തൽക്കാലം അതിനു വേണ്ടി വെച്ചിരിക്കുന്ന വെള്ളം അങ്ങ് വാങ്ങി വെച്ചുകൊള്ളുക. നടക്കാൻ പോകുന്നില്ല ഇൻഷാ അല്ലാഹ്. അത് നടത്താൻ ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഉള്ളിടത്തോളം കാലം സമ്മതിക്കൂല. ഇങ്ങനെ ഉമ്മീദ്, പ്രത്യാശ എന്നർത്ഥം വരുന്ന ഒരു പ്രയോഗത്തിലാണ് പുതിയ നിയമം. എന്തിനാണിത് കൊണ്ടുവന്നത്? ബഹുമാന്യനായ പ്രധാനമന്ത്രിയും അതേറെ ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രിയും ഒക്കെ പാർലമെന്റിൽ ഇങ്ങനെ പ്രസംഗിച്ചു. ഇത് കൊണ്ടുവരാനുള്ള ഒന്നാമത്തെ കാരണം വഖഫ് ബോർഡിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം. ഒന്ന് ഓർത്തുവൊക്കെ, എന്താ ഈ രാജ്യത്തോടുള്ളവരുടെ പ്രതിബദ്ധത ഒന്ന് ഓർത്തു. സ്ത്രീകളില്ല, അതാ പ്രശ്നം അല്ലേ? ഇവിടെ റഹ്മാൻ ഖാന്റെ നേതൃത്വത്തിലുള്ള ജോയിന്റ് പാർലമെന്ററി കമ്മീഷൻ കൃത്യമായി പറഞ്ഞിരുന്നു, വഖഫ് ബോർഡിൽ സ്ത്രീ പ്രാതിനിധ്യം കൃത്യമാണ്, സ്ത്രീകളെ ഒഴിവാക്കുന്നൊന്നുമില്ല. തമിഴ്നാട്ടിലും ജമ്മു കാശ്മീരിലും പഞ്ചാബിലും ഉൾപ്പെടെ വഖഫ് ബോർഡിന്റെ ചെയർപേഴ്സണിൽ സ്ഥാനത്ത് പോലും സ്ത്രീകൾ ഇരുന്നിട്ടുണ്ട് എന്ന് കൃത്യമായ കണക്കും രേഖയുള്ളപ്പോ സംഘപരിവാരത്തിന് അതൊന്നും പോരാ. മുസ്ലിം സ്ത്രീകളോട് അവർക്ക് വല്ലാത്ത സ്നേഹമാണ്. മുസ്ലിം സ്ത്രീകളോട് വല്ലാത്ത സ്നേഹമാണ്. എപ്പോഴായി സ്നേഹം തുടങ്ങിയേ? ഞങ്ങൾ ചോദിക്കട്ടെ, വഖഫ് ബോർഡിൽ സ്ത്രീകൾ വരാത്തത് കൊണ്ടുള്ള വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവരുന്ന സംഘപരിവാരത്തോട് ചോദിക്കട്ടെ, എന്ന് മുതലാണോ നിങ്ങൾക്ക് മുസ്ലിം സ്ത്രീകളോട് ഇത്രത്തോളം സ്നേഹമുണ്ടായത്? ഞങ്ങൾക്കറിയാം ചരിത്രം. 1982-83 കാലഘട്ടങ്ങളിൽ ആസാമിലെ നെല്ലയിൽ ഉൾപ്പെടെ അതിക്രൂരമായ കലാപങ്ങളും കൂട്ടക്കൊലപാതകങ്ങളും നടന്നല്ലോ. തൊട്ടടുത്ത ദിവസങ്ങളിൽ എപ്പോഴാണോ മുസ്ലിം സ്ത്രീകളോട് ഇത്രത്തോളം സ്നേഹമുണ്ടായത്? 2002 ഇന്നലകളിൽ ഗുജറാത്തിൽ കലാപങ്ങൾ നിങ്ങൾ നടത്തിയില്ലേ? അഹമ്മദാബാദിലും നരോദ പാട്ടിയയിലും
ആയിരക്കണക്കിന് മുസ്ലിം സ്ത്രീകളും പെൺകുട്ടികളും ബലാത്സംഗം ചെയ്യുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തില്ലേ? പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടികളെ കാലിൽ വാരിയെടുത്ത് പാറക്കല്ലിലേക്ക് തലയടിച്ചിട്ട് നിങ്ങൾ കൊന്നുകളഞ്ഞില്ലേ? ബാബു ബജറംഗിമാരെ കയറൂരി വിട്ടിട്ട് പരിപൂർണ ഗർഭിണികളെ ബലാത്സംഗം ചെയ്തിട്ട് മതിലിലേക്ക് ചാരി നിർത്തിയിട്ട് അവരുടെ നിറവയറിന്റെ അടിഭാഗത്ത് മൂർച്ചയേറിയ തൃശൂലം കുത്തിക്കയറ്റി വയറ് കീറി ഗർഭസ്ഥ ശിശുവിനെ കുത്തിയെടുത്ത് തീയിലിട്ട് കരിച്ചരിച്ചു ചുട്ടു കൊന്നുകളഞ്ഞ സംഘപരിവാരം എന്നു മുതലാണോ നിങ്ങൾക്ക് മുസ്ലിം സ്ത്രീകളോട് ഇത്രയും സ്നേഹമുണ്ടായത്? മുസഫർ നഗറിലൂടെ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലൂടെ കലാപങ്ങൾ നടത്തി മുസ്ലിം സ്ത്രീകളുടെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞ സംഘപരിവാരമുണ്ടല്ലോ. ആ സംഘപരിവാരത്തിന്റെ നേതാക്കന്മാർ നടത്തിയ ആഹ്വാനങ്ങളൊന്നും ഇവിടെ ചരിത്ര രേഖയല്ലേ? അഥവാ കബറടക്കപ്പെട്ട മുസ്ലിം പെണ്ണുങ്ങളെ കബർ തോണ്ടി എടുത്ത് ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞ സംഘപരിവാരം എപ്പോഴാ മുസ്ലിം സ്ത്രീകളോട് അവർക്ക് ഇത്ര സ്നേഹം ഉണ്ടായത്? അപ്പോ വഖഫ് ഭേദഗതി ബിൽ എന്തിനാണെന്നറിയോ? മുസ്ലിം സ്ത്രീകൾക്ക് വഖഫ് ബോർഡിൽ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ പറയുന്നു മറ്റൊരു ന്യായം, മതേതരത്വം ഉറപ്പുവരണം. വഖഫ് ബോർഡിൽ മതേതരത്വമില്ല, ബാക്കി ഇന്ത്യ മുഴുവനും മതേതരത്വം നിറഞ്ഞു തുളുമ്പി ഒഴുകി നടക്കുകയാണല്ലോ. വഖഫ് ബോർഡിൽ മാത്രം മതേതരത്വമില്ല. ഇതൊക്കെ ആരാ പറയുന്നേ? ഇന്ത്യയുടെ ഭരണം ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ഭരണഘടന ഞങ്ങൾ തിരുത്തും. ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് മതേതരത്വവും ജനാധിപത്യവും വെട്ടിമുറിച്ചു മാറ്റൂന്ന് പറഞ്ഞ സംഘപരിവാരത്തിന് വഖഫ് ബോർഡിൽ മതേതരത്വം ഇല്ല. അതുകൊണ്ട് വഖഫ് ബോർഡിൽ അമുസ്ലിമുകളെ ഉൾപ്പെടുത്തണം. കേന്ദ്ര സെൻട്രൽ വഖഫ് കൗൺസിലിൽ 27 അംഗങ്ങളിൽ 23 അംഗങ്ങളിൽ 7 പേർ നിർബന്ധമായും അമുസ്ലിമുകളായിരിക്കണം. എന്നാലേ മതേതരത്വം ഉണ്ടാവും. മുസ്ലിമും അമുസ്ലിമും ചേർന്നാലേ മതേതരത്വം ഉണ്ടാവും. ഈ സംഘപരിവാരത്തിന് ഇന്ത്യയിൽ നിലവിലൊരു മന്ത്രിസഭയുണ്ട്. അവിടെ പേരിന് പോലും ഒരൊറ്റ മുസ്ലിമില്ല. നിങ്ങളുടെ കൂടെ നടക്കുന്ന മുസ്ലിങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലോ. ഇന്നിപ്പോ വഖഫിന് വേണ്ടിയിട്ട് സമരം നടത്തുന്ന ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഇതിനെ പോലും വർഗീയത ഉറഞ്ഞുകൊള്ളുന്ന മുസ്ലിം നാമധാരികളുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടു ഒരു മലയാളിയായ ദേശീയ മുസ്ലിങ്ങളുണ്ടല്ലോ. മുസ്ലിങ്ങളുടെ മുഴുവൻ ദേശീയപ്പ് അവന്റെ മേല, അതുകൊണ്ട് അവൻ ദേശീയ മുസ്ലിം ആയിരിക്കുന്നു. അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന ആള് അളിങ്ങനെ കോരം BJPക്ക് വേണ്ടി മഹാനായ നരേന്ദ്രമോദിജി എന്നൊക്കെ പറഞ്ഞ് തർലിയത്ത് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുക. പേരിന് നിങ്ങളുടെ വാലിൽ പിടിച്ച് നടക്കുന്ന നാണം കെട്ട മാറിയ ഒരു മുസ്ലിമിനെങ്കിലും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങൾ വന്നാലേ മതേതരത്വം പൂത്തുലഞ്ഞു കാണുകയുള്ളൂ. അതുകൊണ്ട് നിലവിലുണ്ടായിരുന്ന നിയമമനുസരിച്ച് വഖഫ് ബോർഡിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ലോകോടുകൂടി കൈകാര്യം ചെയ്യാം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടുത്തെ ദേവസ്വം ബോർഡുകളില്ലേ, ഇവിടുത്തെ ക്രൈസ്തവ സഭകളും അവരുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങളുമില്ലേ, അതിൽ അതാത് മതത്തിൽ നിന്നും പുറത്തുള്ള ഒരാളെങ്കിലും ഉൾപ്പെടുത്തുവോ? ഇന്ന് വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? സുപ്രീം കോടതി പോലും ചോദിച്ചില്ലേ അതിനെ പറ്റിയിട്ട്? കാരണം എന്താ സഹോദരങ്ങളെ, ഒരു പവിത്രതയോടുകൂടി അത് കൈകാര്യം ചെയ്യാൻ അതാത് മതാവിശ്വാസികൾക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് വെള്ള നിറമുള്ള പള്ളിയുണ്ട്, അതിനകത്തേക്ക് കയറിയാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തന്റെ മാതാപിതാക്കൾക്ക് പ്രതിഫലം കിട്ടാനായി യൂസുഫ് അമുസ്ലിമുകളായ 2 സഹോദരന്മാരാണ്. അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഇതാണ് ഇന്ത്യയുടെ ചരിത്രം. പക്ഷെ ഇപ്പോ നിലവിലെ മതേതരത്വത്തിന് വേണ്ടി വഖഫിന്റെ നിയമം മാറ്റിയല്ലോ. ആ നിയമപ്രകാരം എന്ന് മാത്രമല്ല, വഖഫ് ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പോലും മുസ്ലിം ആകണമെന്നില്ല, സംഘപരിവാരം നിയമിക്കും. എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ നിയമത്തിന്റെ വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇനി മുതൽ അതിന് അനുവാദം കൊടുക്കുന്നത് വഖഫ് ബോർഡായിരുന്നു. തർക്കങ്ങൾ വന്നാൽ അത് തീർപ്പാക്കുന്നത് വഖഫ് ട്രൈബ്യൂണലായിരുന്നു. ഇനി അതൊക്കെ മാറ്റി വഖഫ് സ്വത്തുക്കളുടെ വെരിഫിക്കേഷൻ ആയാലും അപ്രൂവൽ ആയാലും അതിന്റെ നിയമ നടപടികളായാലും അതൊക്കെയും സർക്കാർ നിയമിക്കുന്ന വലിയ അപകടമാണത്. അപകടം എന്ന് പറയുന്നത് ബാബരി മസ്ജിദിന്റെ ചരിത്രത്തിലേക്ക് നമുക്ക് വരാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി വഖഫ് ചെയ്ത 60 ഏക്കറിൽ പരം സ്ഥലമുണ്ടായിരുന്നു ബാബരി മസ്ജിദ് എന്നാണ് വിനീതൻ അറിഞ്ഞത്. അങ്ങനെയുള്ളതായ ബാബരി മസ്ജിദ്
ബാബരി മസ്ജിദ് കയ്യേറ്റം നടത്തപ്പെട്ട് തൊട്ടടുത്ത ദിവസം തീർപ്പ് കൽപ്പിച്ചതായ ബാബരി സ്ഥിതി ചെയ്യുന്ന അയോധ്യ എന്ന പ്രദേശത്ത് ഫൈസാബാദ് ജില്ലയിലെ മലയാളിയായ കളക്ടറായിരുന്ന KK നായരായിരുന്നു. ഒരു വർഗീയവാദിയായ ഒരു കളക്ടറെ ഉപയോഗപ്പെടുത്തി ബാബരി മസ്ജിദ് കൈവശപ്പെടുത്തിയ സംഘപരിവാരം രാജ്യവ്യാപകമായി ഇങ്ങനെയുള്ള കളക്ടർമാരെ നിയോഗിച്ചുകൊണ്ട് വഖഫ് സ്വത്തുക്കളിൽ കയ്യേറ്റം നടത്താൻ പോവുകയാ. ഇനി പുതിയ നിയമപ്രകാരം ഇന്ത്യ രാജ്യത്ത് നിലവിൽ വഖഫ് സ്വത്തുക്കൾ ഒന്നുമില്ല. ബില്ല് പാസാക്കപ്പെട്ടു. ഇന്ത്യയില് ഇനി വഖഫ് സ്വത്തുക്കൾ ഒന്നുമില്ല. ഇനി എന്താ ചെയ്യേണ്ടെന്നറിയോ? 6 മാസത്തിനുള്ളിൽ റീ രജിസ്ട്രേഷൻ നടത്തപ്പെടണം. അഥവാ തെളിവുകൾ ഹാജരാക്കി ഇത് വഖഫ് സ്വത്താണെന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വഖഫ് ബൈ ഓറൽ ഇനിയില്ല, വഖഫ് ബൈ യൂസർ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ചേരമാൻ പെരുമാൾ പള്ളിയിൽ വഖഫ് ആകണമെന്നില്ല, രേഖകളില്ലാത്തത് കൊണ്ടാകും. ഡൽഹി ജുമാ മസ്ജിദ് വഖഫ് ആകണമെന്നില്ല. കേരളത്തിലെ തലയെടുപ്പുള്ള പാളയം പള്ളി ഉൾപ്പെടെ ഒരു പക്ഷേ വഖഫ് ആകണമെന്നില്ല. രേഖകൾ സമർപ്പിക്കണം. ഈ രേഖകൾ സമർപ്പിച്ചാലും സ്വീകരിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? കാരണം ആസാമിൽ NRC പ്രഖ്യാപിച്ചു. 970 മുതലുള്ള രേഖകളൊക്കെ സംഘടിപ്പിച്ചിട്ട് അവിടുത്തെ പാവപ്പെട്ട മുസ്ലിമുകൾ ഒരു കുടുംബത്തിലെ 20-30 പേർ ചേർന്ന് വലിയ ഫയലുകളാക്കി ഇന്നയാൾ ഇന്നടത്ത് ജനിച്ചതാണ്, അയാളുടെ ഭാര്യ ഇന്നാളാണ്, അവരുടെ മകന്റെ മകളാണ് ഇപ്പൊ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് രേഖകൾ സമർപ്പിച്ചുകൊണ്ട് ചെല്ലുമ്പോ എവിടെയെങ്കിലും ഒരു ന്യൂനത കണ്ടെത്തി മുഴുവനും റിജക്ട് ചെയ്തതാണ് നമ്മൾ കണ്ടത്. തെളിവുകൾ കൊടുത്താലും സ്വീകരിക്കൂ. നമ്മൾ അറിയേണ്ടത് പുതിയ നിയമപ്രകാരം റീ രജിസ്ട്രേഷൻ നടത്തണം. ഉദാഹരണത്തിനായി നമ്മുടെ ഇവിടത്തെ പള്ളത്തെ ജമാഅത്തിന്, ഇവിടെ ഏത് ജമാഅത്താ? പള്ളം തന്നെ, പള്ളം മുസ്ലിം ജമാഅത്ത്. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാ, നമ്മുടെ ഈ മഹല്ലിന് ഒരു 5 ഏക്കർ ഭൂമിയുണ്ട്. അതിനുള്ളിലാണ് പള്ളി നിൽക്കുന്നത്, അതിലാണ് മദ്രസ നിൽക്കുന്നത്, ഖബർസ്ഥാനും അതിന്റെ പരിധിക്കുള്ളില. റീ രജിസ്ട്രേഷൻ പ്രകാരം ഈ 5 ഏക്കർ ഭൂമിയുടെ മുഴുവൻ രേഖകളുമായി മഹല്ല് കമ്മിറ്റി കളക്ടറിന്റെ അപ്രൂവലിന് വേണ്ടി ചെയ്യുകയാണ്. ഈ സമയത്ത് സംഖ്യയായ കളക്ടർ എന്തെങ്കിലുമൊക്കെ നൂലാമാലകൾ പിടിച്ച് രേഖകൾ പറ്റൂല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതല്ല എങ്കിൽ 5 ഏക്കർ ഭൂമിയുടെ രേഖകൾ നമ്മൾ കൊടുത്തപ്പോ തൊട്ടടുത്തുനിന്ന് മറ്റൊരാൾ വന്നിട്ട് പറയുന്നു ഇതിൽ 10 സെന്റ് ഭൂമി എന്റേതാണ് എന്ന് പറഞ്ഞ് ഒരാൾ ആക്ഷേപം ഉന്നയിച്ചു വന്നാൽ, അങ്ങനെ എന്തെങ്കിലും ഒരു തർക്കം വന്നാൽ കളക്ടർ നിശ്ചയിക്കുന്നു 5 ഏക്കർ ഭൂമി ഇനി തർക്ക ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ അത് വഖഫ് അല്ല, അത് ഗവൺമെന്റിന്റെ ഭൂമിയാണ്. പിന്നെ ആ വഖഫ് ഭൂമിയിലെ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പറ്റൂല, മദ്രസയിൽ പഠിക്കാൻ പറ്റൂല, ആ വഖഫ് ഭൂമിയിൽ ഖബറടക്കാനും പറ്റൂല, ഗവൺമെന്റിന്റെ ഭൂമിയാണ്. ഇനി എന്നാ കളക്ടർ തീരുമാനിക്കുക? നേരത്തെ ആണെങ്കിൽ വഖഫ് ബോർഡ് ട്രൈബ്യൂണല് ഇത്ര മാസത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കണമെന്നൊരു ഇതുണ്ടായിരുന്നു. ഇനിയിപ്പോ അതൊന്നുമില്ല. കളക്ടർക്ക് എത്ര നാള് വേണമെങ്കിലും ഇത് നീട്ടിക്കൊണ്ടുപോകാം. അതുവരെ ഇത് ഗവൺമെന്റിന്റെ ഭൂമിയാ. ഓരോ കാലങ്ങളിൽ ഗവൺമെന്റിന് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാം. അവർക്ക് വേണമെങ്കിൽ പിന്നെ റിസോർട്ടുകൾക്കോ ഹോട്ടലുകൾക്കോ വിചാരശാലകൾക്കോ വിട്ടുകൊടുക്കാം. മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസങ്ങളെ ആചാരങ്ങളെ ഒന്നും ഇവർ പരിഗണിക്കുന്നില്ല. ഇതൊന്നും ഇവര് നോക്കുന്നില്ല. നമ്മൾ നോക്കണം സഹോദരങ്ങളെ, ഇന്ത്യ രാജ്യത്ത് വിനീതം വന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന്. ആ തിരുവനന്തപുരം കോടി രൂപ വരെ വരും ഒരൊറ്റ നാണയം. ഇങ്ങനെ 800 കിലോ സ്വർണ്ണ നാണയമുണ്ട്. നമ്മൾ നോക്കണം, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക്, അല്ലെങ്കിൽ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിക്ക്, അല്ലെങ്കിൽ ഇവിടുത്തെ RSSകാർക്ക് ആ പണം എടുത്തിട്ട് ഇവിടുത്തെ ഹിന്ദുക്കളുടെ ഉന്നമനം മുസ്ലിങ്ങൾക്കൊന്നും വേണ്ടതോ? ഇവിടുത്തെ ഹിന്ദുക്കളുടെ ഉന്നമനത്തിന് വേണ്ടി ആ പണം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? അത് എടുക്കാൻ പറ്റുന്നുണ്ടോ? 5 നിലവറകൾ തുറന്നു. ഏറ്റവും വലിയ നിലവറയായ B നിലവറ തുറന്നിട്ടില്ല. എന്തുകൊണ്ട് തുറന്നില്ല? ദേവപ്രശ്നം വെച്ച് നോക്കി. ആ നിലവറ തുറക്കാൻ പാടില്ല. കാരണം അതിന്റെ വാതിലിൽ നാഗത്താന്റെ ചിത്രമുണ്ട്. അതിന്റെ അർത്ഥം അതിന്റെ ഉള്ളിൽ വലിയ വിഷപ്പാമ്പുകളുണ്ട്. അന്വർത്ഥങ്ങൾ സംഭവിക്കും. ഇപ്പൊ തുറന്നത് തന്നെ കുഴപ്പമാ, ഇനി തുറന്ന വലിയ കുഴപ്പമാ. അതുകൊണ്ട് അതിൽ നിന്നും ഒരു തരി സ്വർണം പുറത്തെടുക്കാൻ പാടില്ല. എല്ലാം പൂട്ടി വെച്ചിരിക്കുകയാണ്. ദിവസേന ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി സെക്യൂരിറ്റി എടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ നോക്കേ, നമ്മൾ പറയുന്നു ഹൈന്ദവരുടെ വിശ്വാസപ്രകാരം അങ്ങനാണെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അത് അവിടെ തന്നെ ഇരുന്നോട്ടെ, നമുക്കൊരു പ്രശ്നമില്ല. ഇവിടെ ഒരു മുസ്ലിമും കൊടിയും പിടിച്ചിട്ട് ആ പണം ഞങ്ങൾക്ക് വേണമെന്നോ രാജ്യത്തിന് കൊടുക്കണമെന്നോ പറയുന്നില്ല. വിശ്വാസം അങ്ങനാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ മുസ്ലിങ്ങളുടെ വിശ്വാസം വരുമ്പോ മാത്രം അത് പരിഗണിക്കപ്പെടാത്തത് എന്താണെന്നാ ചോദിക്കാനുള്ളത്.
മുസ്ലിമുകളുടെ വഖഫ്, ഈ സ്വത്തൊക്കെ വഖഫ് സ്വത്തല്ലേ? ഈ രാജ്യത്ത് നിന്ന് നികുതി പണമല്ലേ ഇത്? രാജാവ് തിരുമനസ്സൊരു സുപ്രഭാതത്തിന് ഈ പണം മുഴുവനും ശ്രീപത്മനാഭന് തൃപ്പടിദാനം കൊടുത്തതല്ലേ? ആ പണം ഹൈന്ദവ വിശ്വാസാചാര പ്രകാരം സൂക്ഷിക്കപ്പെടട്ടെ. പക്ഷേ മുസ്ലിമുകളുടെ വഖഫ് സ്വത്തിന്റെ കാര്യം വരുമ്പോ, പള്ളിയുടെ കാര്യം വരുമ്പോ, ഖബർസ്ഥാന്റെ കാര്യം വരുമ്പോ എന്തുകൊണ്ട് ഈ ഒരു ആചാരാനുഷ്ഠാനങ്ങൾ പാലിപ്പിക്കപ്പെടുന്നില്ല? അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കൃത്യമായ വിവേചനമാണ് ഇവിടെ നടക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് കൃത്യമായ വിവേചനം തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഒന്നിച്ചു നിൽക്കേണ്ട സന്ദർഭമാണ്. നാം ഒന്നിച്ചു നിന്ന് പോരാട്ടം നടത്തണം. കാരണം നമുക്കറിയാം, വഖഫുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ക്രൈസ്തവ സഭകളിൽപ്പെട്ട പലരും RSSനോടൊപ്പമാണ്, അഥവാ അവർ സാമ്രാജ്യത്തോടൊപ്പമാണ്. ബഹുമാന്യനായ മരണപ്പെട്ടുപോയ ഈ ലോകം വളരെ ആദരവോട് കാണുന്ന മാർപ്പാപ്പയെ പോലും അദ്ദേഹം പോലും മരിക്കുന്നതിന് മുമ്പ് അവസാനമായി അദ്ദേഹം ഫലസ്തീനിലെ പിഞ്ചുമക്കൾക്ക് വേണ്ടിയാണ് ശബ്ദിച്ചതെങ്കിൽ, നമ്മളിപ്പോ ഇന്നലെ കണ്ട വാർത്ത എന്താ? അദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് രൂപ വരുന്നതായ അദ്ദേഹം സഞ്ചരിച്ച ആഡംബര കാറ് വിറ്റിട്ട് ആ പണം ഫലസ്തീന് കൊടുക്കാൻ പോവുക. അങ്ങനെ സാമ്രാജ്യത്വത്തിനെതിരായി നിന്ന യഥാർത്ഥ ഒരു സത്യക്രിസ്ത്യാനിയായ മാർപ്പാപ്പ, അദ്ദേഹത്തെ പോലും തീവ്രവാദി എന്ന് പറയാൻ ഇവിടുത്തെ കാസയിലെ വൃത്തികെട്ടവന്മാർക്കൊരു മടിയില്ല. അവർക്കൊന്നും ഒരു മടിയില്ല. ബൈബിൾ പറയുന്നത് എന്താ? നീതിയോടൊപ്പം നിൽക്കണമെന്ന, നീതിമാന്റെ പുഞ്ചിരി പോലും ധർമ്മമെന്നാ പറയുന്നത്. നീതിക്ക് വേണ്ടി പോരാടണമെന്നാ പറയുന്നത്. ഭരണാധികാരികൾ നീതിക്ക് വേണ്ടി നിലനിൽക്കണമെന്നാ പറയുന്നത്. ആ ബൈബിളിനെ പോലും തള്ളിക്കളഞ്ഞിട്ട്, സഭാവിശ്വാസത്തെ പോലും തള്ളിക്കളഞ്ഞിട്ട്, യേശു ക്രിസ്തുവിനെ പോലും തള്ളിക്കളഞ്ഞിട്ട് യൂദാസ് ചമയുന്നതായ ഇവിടുത്തെ സഭാഭീകരവാദികളുണ്ടല്ലോ, RSSനോടൊപ്പമാണവർ. നമുക്കൊരു വിഷമമില്ല. കാരണം ഇന്ത്യ രാജ്യത്തെ സംഘികളെ സംബന്ധിച്ചിടത്തോളം ശത്രുതാ മനോഭാവത്തില് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികൾക്കും ഒക്കെ അവർക്ക് തുല്യമാ. ഒന്നാമത് മുസ്ലിങ്ങളും രണ്ടാമത് ക്രിസ്ത്യാനികളും ഉള്ളൂ എന്ന് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം പോകുന്നവരൊക്കെ പോയിക്കോട്ടെ, തലമറന്ന് എണ്ണ തേച്ചു കൊള്ളട്ടെ. കാരണം നമുക്ക് കൃത്യമായി അറിയാം, നല്ലവരായ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട നട്ടെല്ലിൽ ഉറപ്പുള്ള ആൺകുട്ടികൾ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ വഖഫിന്റെ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് ഈ രാജ്യത്തെ മുസ്ലിമുകളോടൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. വിനീതൻ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പോകുമ്പോൾ ഒന്നിലധികം സ്ഥലങ്ങളിൽ എന്നോടൊപ്പം ഈ വഖഫിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയത് ഈ പാർട്ടിയുടെ സംസ്ഥാന നേതാവായ ജോർജ് മുണ്ടക്കയം എന്ന് പറയുന്ന ക്രൈസ്തവന, നല്ല അന്തസ്സുള്ള ക്രൈസ്തവൻ, നല്ല വിശ്വാസമുള്ള ക്രൈസ്തവൻ. അവരൊക്കെ നമ്മളോടൊപ്പം എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. അതുകൊണ്ട് ഈ സഭാഭീകരവാദികളോട് നമുക്ക് ഓർപ്പിക്കാനുള്ളത്, നിങ്ങൾ പല കാര്യങ്ങളും മറക്കാൻ പാടില്ല. പലതും നിങ്ങൾ മറക്കാൻ പാടില്ല. ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ക്രൈസ്തവനായ ഒരു മിഷണറി പ്രവർത്തകൻ ആസ്ട്രേലിയയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുഷ്ഠരോഗികൾക്കിടയിൽ മിഷണറി പ്രവർത്തനം നടത്താൻ ആ നല്ലവനായ മനുഷ്യനെയും അദ്ദേഹത്തിന്റെ മക്കളെയും രാത്രിയുടെ നിശബ്ദതയിൽ ജീവനോടുകൂടി ഒരു വാഹനത്തിലിട്ട് ചുട്ടരിച്ച് കൊന്നുകളഞ്ഞത് ഇവിടുത്തെ RSS. ആ ക്രൂരകൃത്യം ചെയ്തവനെ ദിവസങ്ങൾക്ക് മുൻപ് നല്ല മനുഷ്യനാന്നും പറഞ്ഞുകൊണ്ട് സംഘപരിവാരം വെറുതെ അവൻ നല്ലവനാന്നും പറഞ്ഞ് വെറുതെ വിട്ടേക്കുക. ഇതൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഉളുപ്പ് ഇവിടുത്തെ ക്രിസ്തംഖികൾക്ക് തോന്നുന്നുണ്ടോ? സ്റ്റാൻ സ്വാമിയെ പറ്റി നിങ്ങൾക്കറിയോ? സ്റ്റാൻ സ്വാമി ഒരു ക്രൈസ്തവനാണ്. കീഴാള ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാ. ആ മനുഷ്യനെ സംഘപരിവാരത്തിന്റെ ജയിലിൽ അടയ്ക്കപ്പെട്ടു. എന്നിട്ടെന്താ, നാളുകളോളം അദ്ദേഹം കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്തു. എന്താണെന്നറിയോ? വെറുതെ വിടണമെന്ന് പറഞ്ഞിട്ടൊന്നുമല്ല. ജയിലിനുള്ളിൽ അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. പാർക്കിൻസൺ രോഗം ബാധിച്ച് കൈകാലുകൾക്ക് വിറയലുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റില്ല, അത് തെറിച്ച് പുറത്തു പോവും. അതുകൊണ്ട് ആ നല്ലവനായ മനുഷ്യന് വെള്ളം കുടിക്കാൻ 50 പൈസയുടെ ഒരു സ്ട്രോ, നമ്മൾ ജ്യൂസ് കുടിക്കാൻ ഉപയോഗിക്കുന്ന സ്ട്രോ ഉണ്ടല്ലോ, ഒരു പ്ലാസ്റ്റിക് സ്ട്രോ അനുവദിച്ചു കൊടുക്കാൻ മാസങ്ങളോളം ജയിലിന്റെ കോടതിയുടെ തിണ്ണ നിരങ്ങേണ്ടി വന്നു. അനുവദിച്ചോ? അവസാനം ആ നിലയിൽ ആ മനുഷ്യൻ ജയിലിൽ കിടന്ന് ധീരരക്തസാക്ഷിത്വം വരിച്ചില്ലേ? ഈ സ്റ്റാൻ സ്വാമിയെ ഈ ഭീകരവാദികൾ മറക്കരുത്. മണിപ്പൂരിലെ ഞങ്ങളുടെ ക്രൈസ്തവ സഹോദരങ്ങൾ, നിങ്ങൾക്ക് അവരുടെ സഹോദരങ്ങളല്ലായിരിക്കും. പക്ഷെ ഇന്ത്യയിലെ മുസ്ലിമുകൾ പറയുന്നു, മണിപ്പൂരിലെ പാവങ്ങളായ ക്രൈസ്തവർ അവർ
ഞങ്ങൾ അവർക്ക് വേണ്ടി ശബ്ദിക്കും. അവിടെ തകർക്കപ്പെട്ട ദേവാലയങ്ങളുണ്ട്, അവിടെ കൊല ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളുണ്ട്, പരിപൂർണ്ണ നഗ്നരാക്കപ്പെട്ടുകൊണ്ട് മാനവങ്ങൾ ചെയ്യപ്പെട്ടിട്ട് ക്യാമറകളിൽ രംഗങ്ങൾ പകർത്തപ്പെട്ട് ലോകം മുഴുവനും പ്രചരിപ്പിക്കപ്പെട്ടവരുണ്ട്. ഇവരെ ഒന്നും ഈ ക്രൈസ്തവ സഭാ ഭീകരവാദികൾ മറക്കരുത് എന്നാണ് ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് എന്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാം. ഈ രാജ്യത്ത് വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമരത്തിന് ആഹ്വാനം നൽകപ്പെട്ട് നീതിക്ക് വേണ്ടിയിട്ട്, അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്, കരിനിയമങ്ങൾക്കെതിരായി നമുക്ക് പോരാട്ടം നടത്താം. അൽഹംദുലില്ലാഹ്, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന ഈ പ്രസ്ഥാനം ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് ഒരു പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന പ്രസ്ഥാനം തന്നെയാണ്. കാരണം ഈ ഒരു പ്രസ്ഥാനം നമുക്ക് നൽകുന്നതായ ഒരു സന്ദേശമുണ്ട്. ഈ ഒരു പാർട്ടിയുടെ അംഗമല്ല എങ്കിൽ പോലും ഇതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വഖഫിന് വേണ്ടി സംരക്ഷിക്കാൻ അവസരം നൽകപ്പെട്ട ഇതിന്റെ ഒരു അനുഭാവി എന്നുള്ള നിലയിൽ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഈ ഒരു പ്രസ്ഥാനം നമ്മളോട് വിളിച്ചു പറയുന്ന സന്ദേശം എന്താ? ഇതിന്റെ പല നേതാക്കന്മാരും ജയിലറകൾക്ക് ഉള്ളിൽ കിടക്കുകയാ. ഇതിന്റെ സ്ഥാപക നേതാവായ, ഇതിന്റെ ആദ്യത്തെ ദേശീയ അധ്യക്ഷനായ മഹാനായ ഈ അബൂബക്കർ സാഹിബ് തീഹാർ ജയിലിൽ കിടക്കുകയാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്രയും എളുപ്പത്തിൽ അദ്ദേഹത്തിന് മോചനം കൊടുക്കുമാറാകട്ടെ, അന്തസ്സോടെ തിരിച്ചു വരവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ രാജ്യം മുഴുവനും വഖഫ് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ നിലവിൽ ഈ രാജ്യത്തെ ഈ സംസീവ് പ്രസ്ഥാനത്തിന്റെ ദേശീയ അധ്യക്ഷനായ MK ഫൈസി അദ്ദേഹവും ജയിലിലടക്കപ്പെട്ടിരിക്കുകയാ. പക്ഷേ അപ്പോഴും നേതാക്കന്മാർ ജയിലിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് മാളത്തിലൊളിക്കാതെ ഈ പ്രസ്ഥാനവും ഇതിന്റെ പ്രവർത്തകരും ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ വഖഫ് പ്രക്ഷോഭവുമായി കടന്നു വരുന്നു എങ്കിൽ ഈ പ്രസ്ഥാനം നമ്മളോട് വിളിച്ചു പറയുന്നത് വഖഫുമായി ബന്ധപ്പെട്ട് പോരാട്ടത്തിന്റെ മാർഗത്തിലേക്ക് നമുക്ക് വരുമ്പോ രക്തസാക്ഷിത്വം നമുക്ക് നേരിടേണ്ടി വന്നേക്കാം, ജയിലറുകൾ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം, EDAയും NIAയും നമുക്ക് നേരിടേണ്ടി വന്നേക്കാം. അതുകൊണ്ട് തന്നെ കാരാഗ്രഹങ്ങളിൽ അടക്കപ്പെടേണ്ടി വന്നാൽ പോലും ഈ പ്രസ്ഥാനം ഈ രാജ്യത്തോട് വിളിച്ചു പറയുന്നത്, ജനാധിപത്യ മതേതര വിശ്വാസികളോട് വിളിച്ചു പറയുന്നത്, ഈ രാജ്യത്തിന്റെ ജയിലുകളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് അത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചോരത്തുള്ളികളിൽ വീണതായ ജയിലറകളാണ്. ആ ജയിലറകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ സവർണ ബ്രാഹ്മണ തമ്പുരാട്ടിമാർക്ക് പ്രസവിച്ച് കിടക്കാനുള്ള കേന്ദ്രങ്ങളല്ല, നേരെ മറിച്ച് ഈ രാജ്യത്തെ തടവറകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തുന്നവരുടെ വിശ്രമ കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ജയിലിലടച്ചാലും, ഈ പോരാളികളെ മുഴുവൻ ജയിലിലടച്ചാലും നിങ്ങളുടെ ജയിലുകൾ അതുകൊണ്ടൊന്നും മതിയാവുകയില്ല എന്ന് ഈ രാജ്യത്തെ ഭരണകൂടം തിരിച്ചറിയുക എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നല്ലവരായ നിങ്ങളോട് അല്പസമയത്തേക്കെങ്കിലും ഈ വഖഫിനെ പറ്റിയിട്ട് സവിസ്തരമെന്ന് പറയാൻ അവസരം നൽകിയ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശമംഗലം പഞ്ചായത്ത് കമ്മിറ്റിക്കും ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും എന്നെ കേട്ട എല്ലാ നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികൾക്കും കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നന്മയിൽ സർവേശ്വരനായ പടച്ചവൻ നമ്മെ ഒരുമിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി